നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 17th ജൂൺ വേൾഡ് ഡേ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് ആയിരുന്നു. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ഫോർ ലാൻഡ്, അവർ ലെഗസി, അവർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. 1992 റിയോ എർത്ത് സമ്മിറ്റ് നടന്നു. അപ്പൊ ആ സമയത്ത് ഡിസർട്ടിഫിക്കേഷൻ, അതുപോലെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനുള്ള വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് ആയിട്ട് ആ ഒരു സബ്ജക്റ്റിൽ വെച്ച് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. അങ്ങനെ 1994 UNGA, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംപാക്ട് ഡിസർട്ടിഫിക്കേഷൻ, UNCCD എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനും കൂടെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ 2007 UN ജനറൽ അസംബ്ലി 2010 മുതൽ 2020 വരെ ഡിക്കേഡ് ഒരു ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ഡിക്കേഡ് ഫോർ ഡിസേർട്ട് ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡിക്കേഡ് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഡിസർട്ടിഫിക്കേഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ, ഡ്രോട്ട്, ഇതെല്ലാം എൻവയോൺമെന്റിന് ഏത് സമയത്തും എൻവയോൺമെന്റ് ചലഞ്ച് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പൊ 40% ഓഫ് ഓൾ ലാൻഡ് ഏരിയ വേൾഡ് വൈഡ് ഓൾറെഡി നമ്മൾ ഡീഗ്രേഡഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 2050 ആകുമ്പോഴത്തേക്കും 10 ബില്യൺ പീപ്പിൾസ് will share on one planet and depending on healthy land for their livelihood. അപ്പം ഏകദേശം 2050 ആകുമ്പോഴത്തേക്കും നമ്മുടെ പോപ്പുലേഷൻ വളരെയധികം കൂടും. അപ്പോ അതിനനുസരിച്ച് അവർക്ക് ഹെൽത്തി ലാൻഡ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഡിസർട്ടിഫിക്കേഷൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ UNCCD ഓവർ 130 കൺട്രീസ് ഓൾറെഡി അവർ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട് ലാൻഡ് ഡിഗ്രഡേഷൻ ന്യൂട്രാലിറ്റി 2030 ആകുമ്പോഴത്തേക്കും അച്ചീവ് ചെയ്യും എന്നുള്ളത്. അപ്പോ ഹ്യൂമൻ ആക്ടിവിറ്റി ന്യൂട്രൽ ആയിട്ട് ഈവൻ പോസിറ്റീവ് അല്ലെങ്കിൽ ലാൻഡിൽ പോസിറ്റീവ് ഇമ്പാക്ട് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്തുകൊണ്ട് 2030 ആകുമ്പോഴത്തേക്കും ഈ ലാൻഡ് ഡിഗ്രഡേഷൻ ന്യൂട്രാലിറ്റി കൈവരിക്കുമെന്ന് UNCCD കീഴിലുള്ള 130ഓളം രാജ്യങ്ങൾ ഓൾറെഡി പ്ലെഡ്ജ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ലഡാക്ക് സെലിബ്രേഷൻ ഓഫ് ഹെമിസ് തെഷു ബിഗിൻസ്. അപ്പൊ ഹെമിസ് ഗോംബ അതൊരു മൊണാസ്ട്രി ആണ്. അവര് ഹെമിസ് തെഷു എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവല് 16 മുതൽ 17 ജൂൺ വരെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോ ഇത് ലൂണാർ ടിബറ്റൻ കലണ്ടർ പ്രകാരം 10th ഡേയിലാണ് ഇവരിത് സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പൊ ഈ 2 ഡേ ഗ്രാൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ തന്നെയാണ് നടക്കുന്നത്. ഗുരു പത്മസംഭവ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഇവർ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഗുരു റിംപോച്ചെ എന്നാണ് വിളിക്കുന്നത്. റിംപോച്ചെ നമുക്ക് കുറച്ചും കൂടെ പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ ഗുരു റിംപോച്ചെ എന്ന് അറിയപ്പെടുന്ന ഗുരു പത്മ സാംഭവയുടെ ബർത്ത്ഡേ ആണ് അവർ ഈ 2 ഗ്രാൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ഗുരു പത്മസാംഭവ എന്ന് പറയുന്നത് 8th സെഞ്ചുറി മുതൽ തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ലെജൻഡറി ആണ്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് താന്ത്രിക് ബുദ്ധിസം ഇൻ ദി ഹിമാലയൻ കിങ്ഡം. ഹിമാലയൻ കിങ്ഡത്തിലേക്ക് താന്ത്രിക് ബുദ്ധിസം, ഈ താന്ത്രിക് ബുദ്ധിസത്തിനെയാണ് വജ്രയാന ബുദ്ധിസം എന്ന് വിളിക്കുന്നത്. ആ ബുദ്ധിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗുരു റിംപോച്ചെ ആണ്. അപ്പോ ഹെമിസ് ഗോംപ ആണ് അതിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ലഡാക്കിലുള്ള ഒരു ബിഗ്ഗസ്റ്റ് മൊണാസ്ട്രി ആണ് ഈ ഹെമിസ് ഗോംപ എന്ന് പറയുന്നത്. എല്ലാ വർഷവും 17th it is celebrating ever since founded in 17th century by Galras Rinpoche, the son of king of Ladakh, Deskong Namgyal. അപ്പം ലഡാക്കിലെ കിങ് ആയിട്ടുള്ള ദസ്കോങ് നംഗ്യാലിന്റെ സൺ ആയിട്ടുള്ള ഗൽറാസ് റിംപോച്ചയുടെ സമയം മുതൽ 17th സെഞ്ചുറി മുതൽ തന്നെ ഇത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹെമിസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് അതുപോലെ ടിബറ്റൻ കമ്മ്യൂണിറ്റീസിന് ഒരു ബിഗ്ഗസ്റ്റ് കൾച്ചറൽ സെലിബ്രേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. The charm dance stands out to be a major part of the festival where the lamas and monks perform the dance. അപ്പൊ അവിടെ ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന മോങ്കുകളും ലമാസും ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഡാൻസ് ഫോം ആണ് ചാം ഡാൻസ് എന്ന് പറയുന്നത്. അതും ഈ ഫെസ്റ്റിവലിന്റെ ഒരു മേജർ ഭാഗം തന്നെയാണ്. അതുപോലെ ഇതൊരു സേക്രഡ് ഡാൻസ് ആണ്. ദേ ആർ മാസ്ക്ഡ് ഇൻ ഗുരു പത്മസാംഭാസ് 8 ഡിഫറെന്റ് അവതാർസ്. ഈ ഗുരു പത്മസാംഭാവിന്റെ 8 ഡിഫറെന്റ് അവതാർസിലാണ് ഇവർ ഈ ഒരു അതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത്. Ministry of New and Renewable Energy organizes Global Wind Day 2024. ഇപ്പൊ 15th June 2024 ഗ്ലോബൽ വിൻഡ് ഡേ അവർ റിന്യൂവബിൾ എനർജി, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഗ്ലോബൽ വിൻഡ് ഡേ കൺസിഡർ ചെയ്തത്. പിന്നെ എന്തിനു വേണ്ടിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ വിൻഡ് സെക്ടറിന്റെ ഗ്ലോറിയസ് സക്സസ് എയിം ചെയ്തുകൊണ്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ
നമുക്ക് വിൻഡ് എനർജി അഡോപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇപ്പം ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് പവർ ഊർജ എന്നുള്ളതാണ്. പവറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ വിൻഡ് പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 46.4 ഗിഗാവാട്ട് ആണ് മെയ് 2024 കണക്ക് പ്രകാരം. അപ്പൊ ഇന്ത്യ 4th ലാർജസ്റ്റ് ആയിട്ടുണ്ട് വേൾഡില്. ചൈനയും US-ഉം ജർമ്മനിയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷൻ ഉള്ളത്. 4th ലാർജസ്റ്റ് ഇന്ത്യയാണ് വിൻഡ് പവറിന്റെ കാര്യത്തിൽ. വിൻഡ് എനർജി എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ ക്രൂഷ്യൽ ആണ്. കാരണം 50% ഓഫ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജി റിസോഴ്സ് ആക്കണം 2030 ആകുമ്പോഴത്തേക്കും. അതുപോലെ 2070 ആകുമ്പോഴത്തേക്കും നെറ്റ് സീറോയും കൈവരിക്കണം. അതുകൊണ്ട് തന്നെ വിൻഡ് എനർജി ഒരു നോൺ റിന്യൂവബിൾ എനർജി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വിൻഡ് എനർജി എന്ന് പറയുന്നത്. സ്മൃതി വാൻ എർത്ത് മെമ്മോറിയൽ മ്യൂസിയം മേക്കിംഗ് ഇറ്റ് വേൾഡ് സെലക്ഷൻ ഫോർ യുനെസ്കോ പ്രിക്സ് വേഴ്സാലിസ് മ്യൂസിയംസ്. ഇപ്പൊ സ്മൃതി വാൻ എർത്ത് മെമ്മോറിയൽ മ്യൂസിയം ഭുജിലാണ്. അത് 7 മോസ്റ്റ് ബ്യൂട്ടിഫുൾ മ്യൂസിയംസ് ഇൻ ദ വേൾഡ് ആ ഒരു കാറ്റഗറിയിലേക്ക് ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആരാണ് ലിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രിക്സ് വേഴ്സൈൽസ് അവാർഡിന്റെ കീഴിലാണ് വരുന്നത്. ഇത് അനൗൺസ് ചെയ്തത് യുനെസ്കോ ആണ്, യുനെസ്കോ ഫോർ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. അപ്പൊ ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് 2024 വേൾഡ് ടൈറ്റിൽസിലോട്ടാണ്. പ്രിക്സ് വേഴ്സൈൽസ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആൻഡ് 2 laureate will be announced at യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ലേറ്റ് നവംബറിൽ വെച്ചിട്ടാണ് ഈ ലോറേറ്റ്സിനെ ഇവർ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഒരു ഇന്ത്യൻ മ്യൂസിയം ഈ ഗ്ലോബൽ റെക്കഗ്നേഷൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്, പ്രത്യേകിച്ച് അതിന്റെ ലോക്കൽ കൾച്ചറും നാച്ചുറൽ കൺസർവേഷനും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്. മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ 2001 ഒരു ഡിവാസ്റ്റേറ്റിംഗ് എർത്ത് നടന്നു കച്ച് റീജിയനിൽ. അതിന് അവർക്ക് അടുത്ത വിക്ടിംസിന് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മ്യൂസിയമാണ് ഈ സ്മൃതിവൻ എർത്ത് മെമ്മോറിയൽ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വർഷവും യുനെസ്കോ 2015 മുതൽ തന്നെ പ്രിക്സ് വേഴ്സാലിസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ആർക്കിടെക്ചറൽ കോമ്പറ്റീഷൻസ് നടത്തുന്നുണ്ട്. ഇതൊരു ഫൈനസ്റ്റ് കണ്ടംപററി പ്രൊജക്ട് വേൾഡ് വൈഡിൽ അവര് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഈ കോമ്പറ്റീഷൻ ഇവര് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേ എൻ്റർ ഇറ്റ്സ് നെയിം ഇൻടു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇന്ത്യൻ റെയിൽവേ അവരുടെ പേര് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് കൂടുതൽ ആളുകൾക്ക് പബ്ലിക് സർവീസ് കൊടുക്കുന്ന ഒരു മൾട്ടിപ്പിൾ വെന്യൂസ് ഉള്ള ഒന്നായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പൊ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തു 26 ഫെബ്രുവരി 2024. അപ്പൊ അതില് ഏകദേശം 40,19,516 പീപ്പിൾസ് 2140 വെന്യൂസിലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ ഈ ഇവന്റ് എന്ന് പറയുന്നത് ഇനോഗ്രേറ്റ് ചെയ്ത് റോഡ് ഓവർ ഇറ്റ് വാസ് ഇനാഗ്രേറ്റഡ് ഫോർ the event was organized for the inauguration of road under railway bridges and for laying the foundation stones of railway stations by PM Narendra Modi ji. അപ്പൊ ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്തത് ഈ റെയിൽവേ ബ്രിഡ്ജസ് അതുപോലെ ലെയിങ് ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഒക്കെ ഇടുന്ന റെയിൽവേ സ്റ്റേഷൻ ഫൗണ്ടേഷൻ സ്റ്റോൺ ഒക്കെ ഇടുന്ന PM നരേന്ദ്രമോദിജിയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ആയിരുന്നു. Vice President Jagdeep Dhankhar inaugurated newly constructed പ്രേരണ സ്ഥാൽ ഇൻ പാർലമെന്റ് ഹൗസ് കോംപ്ലക്സ്. പ്രേരണ സ്ഥാൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സിനെയും ഗ്രേറ്റ് ലീഡേഴ്സിനെയും സ്റ്റാച്യൂസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പുതിയ പാർലമെന്റ് കോംപ്ലക്സിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ സ്റ്റാച്യൂസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്ലേസസിലായിട്ടായിരുന്നു ലൊക്കേറ്റ് ചെയ്തിരുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടായിരുന്നു. വിസിറ്റേഴ്സിന് ഇത് മൊത്തത്തിൽ കാണുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനെ ഇതിനെല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. Jal Shakti Ministry launches portal to ecologically monitor the Ganga. So Union Jal Shakti Ministry environmental flows flows എന്ന് പറയുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവഴി റിവർ ക്വാളിറ്റി നമുക്ക് റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഡെവലപ്പ് ചെയ്തത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ കീഴിലാണ്. ഇത് ജൽശക്തി മിനിസ്ട്രിയുടെ തന്നെ ഒരു ആമാണ് ഈ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറയുന്നത്. ഇവര് ജൽശക്തി മിനിസ്റ്റർ CR പാട്ടീലിന്റെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാല് മെയിൻ ആയിട്ട് റിവറിന്റെ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, മറ്റു കീ പാരാമീറ്റേഴ്സ് നോക്കുക, അതുപോലെ പ്ലാനിംഗ് മോണിറ്ററിംഗ് ഓഫ് പ്രോജക്ട്സ് ഇൻ വേരിയസ് റിവേഴ്സ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. So real time analysis of water quality of Ganga, Yamuna and other their tributaries. അതും ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം ആണ്.
ഇതുവഴി നമാമി ഗംഗ പ്രോഗ്രാമിന്റെ ആക്ടിവിറ്റീസ് സെൻട്രൽ ലെവലിൽ തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ മോണിറ്ററിംഗിനകത്ത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് പെർഫോമൻസ് അവർ നോക്കും. അതുപോലെ തന്നെ ഇവരുടെ റേറ്റഡ് കപ്പാസിറ്റി എത്രയാണ്, അത് എൻഷുർ ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതിൽ നിന്നുള്ള ഡാറ്റ ക്വാർട്ടർലി റിപ്പോർട്ട്സ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുക. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആണ് ഇത് യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് ഇവര് അതായത് ഇപ്പൊ ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ, മാൻഡേറ്ററി ഇൻഫ്ലോ, ഇത്തരത്തിലുള്ള പാരാമീറ്റർ ഇതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് ഇത്തരത്തിലുള്ള കീ പാരാമീറ്റേഴ്സ് ഇവർ ട്രാക്ക് ചെയ്യും. അങ്ങനെ ഗംഗ മെയിൻ സ്ട്രീമുമായി ബന്ധപ്പെട്ട 11 പ്രൊജക്ടുകളിലേക്ക് ഈ ഡാറ്റ കൈമാറാനുമാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. നിതി ആയോഗ് ലോഞ്ച്ഡ് എയിം ICDK വാട്ടർ ചലഞ്ച് 4.0 ഇനീഷ്യേറ്റീവ്. നീതി ആയോഗിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് ആണ് അർബൻ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത്. അവരാണ് ഈ എയിം എന്ന് പറയുന്നത് അർബൻ ഇന്നോവേഷൻ മിഷന്റെ ഷോർട്ട് ഫോം ആണ് ICDK വാട്ടർ ചലഞ്ച് 4.0 കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ വാട്ടർ റിലേറ്റഡ് ചാലഞ്ചസ് ഇൻവെന്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസിലൂടെ അതെങ്ങനെ നമുക്ക് ആ ചാലഞ്ചസ് ഓവർകം ചെയ്യാം, അത് അഡ്രസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഈ ചാലഞ്ച് എന്ന് പറയുന്നത് ഇതൊരു കൊളാബറേറ്റീവ് ഇഫോർട്ടിലൂടെ ഒരു ഇന്നോവേഷൻ സെന്റർ ഡെൻമാർക്ക്, അതാണ് ICDK എന്ന് പറയുന്നത്. ഇന്നോവേഷൻ സെൻട്രൽ ഡെൻമാർക്ക് അറ്റ് ദ റോയൽ ഡാനിഷ് എംബസി ഇൻ ഇന്ത്യ, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഈ ചലഞ്ച് എങ്ങനെ ഈ ചലഞ്ച് മറികടക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ സെലക്ടഡ് ടീംസ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന്, അവരാണ് ഗ്ലോബൽ നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ ആക്ഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അർബൻ ഇന്നോവേഷൻ മിഷൻ നീതി ആയോഗിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് നമ്മൾ പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് ആണ്. 2016 ഇത് കൊണ്ടുവന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയെ ക്രോസ് ചെയ്തുകൊണ്ട് സ്കൂളുകളിലും യൂണിവേഴ്സിറ്റീസിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും MSME അതുപോലെ ഇൻഡസ്ട്രി ലെവൽസിലെല്ലാം ഇന്നോവേഷൻസും എന്റർപ്രണർഷിപ്പും പ്രൊമോട്ട് ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടൊരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസിയാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ പെട്ട ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിജിയാണ്. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഫൗണ്ട് ചെയ്തത് 1 ജനുവരി 2015 ആണ്. ഇതിന്റെ CEO ഉണ്ട്. CEO BVR സുബ്രഹ്മണ്യമാണ്. വൈസ് ചെയർപേഴ്സൺ സുമാൻ ഖറിയാണ്. സാഹിത്യ അക്കാദമി അനൗൺസസ് യുവ പുരസ്കാർ, ബാല സാഹിത്യ പുരസ്കാർ വിന്നേഴ്സ് ഫോർ 2024. അപ്പോൾ ഈ ഒരു യുവ പുരസ്കാരം ബാല സാഹിത്യ പുരസ്കാരം 2024 സാഹിത്യ അക്കാദമി അനൗൺസ് ചെയ്തു. Sahitya Academy announces the names of 23 writers for Yuva Puraskar 2024. അപ്പോൾ യുവ പുരസ്കാർ 2024 കിട്ടിയത് 23 റൈറ്റേഴ്സിനാണ്. അപ്പൊ സാൻസ്ക്രിറ്റില് വിന്നർ പിന്നീട് അനൗൺസ് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് കാറ്റഗറിയിൽ K വൈശാലിയാണ്. അവരുടെ വൈശാലിയുടെ മെമ്മോയർ ആയിട്ടുള്ള ഹോംലെസ്, ഗ്രോയിങ് അപ്പ് ലെസ്ബിയൻ ആൻഡ് ഡിസ്ലെക്സിക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒന്നിനാണ്, ഒരു മെമ്മോയറിനാണ് ഇംഗ്ലീഷ് കാറ്റഗറിയിൽ ഓണർ കിട്ടിയത്. ഹിന്ദി കാറ്റഗറിയിൽ ഗൗരവ് പാണ്ഡെയുടെ പ്രസ്റ്റീജിയസ് അവാർഡ് കിട്ടിയ ഒരു പോയട്രി കളക്ഷൻ ഉണ്ട്. സ്മൃതിയോം കെ ബീച്ച് ഗിരി ഹേ പൃഥ്വി എന്ന് പറയുന്നത്, അതിനാണ് സമ്മാനം കിട്ടിയത്, അവാർഡ് കിട്ടിയത്. യുവ പുരസ്കാർ അവാർഡീസ് എന്ന് പറയുന്നത് ഒരു കാസ്കറ്റ് കിട്ടും, അതിനകത്ത് ഒരു കോപ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ 50,000 രൂപയുടെ ചെക്കും. ഇതാണ് അവർക്ക് അവാർഡായിട്ട് ലഭിക്കാൻ പോകുന്നത്. നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് ബാൽ സാഹിത്യ പുരസ്കാറിന്റെ 24 വിന്നേഴ്സിന്റെ പേരും കൂടെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാൽ സാഹിത്യ പുരസ്കാർ അക്കാദമി ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ടുള്ള നന്ദിനി സെൻഗുപ്തയ്ക്ക് അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു കൃതിയുണ്ട്, ദ ബ്ലൂ ഹോഴ്സ് ആൻഡ് അതർ അമേസിംഗ് അനിമൽ സ്റ്റോറീസ് ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അതിന് അവാർഡ് കിട്ടി. അതുപോലെ ദേവേന്ദ്ര കുമാറിന്റെ ചിൽഡ്രൻസ് സ്റ്റോറിയുടെ ഒരു കളക്ഷൻ ഉണ്ട്, 51 ബാൽ കഹനിയാൻ എന്ന് പറയുന്ന, അതിനും അവാർഡ് കിട്ടി. അപ്പൊ ഈ അവാർഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു കാസ്കറ്റ് ഉണ്ടാവും, കാസ്കറ്റിനകത്ത് എൻഗ്രേവ്ഡ് കോപ്പർ പ്ലേറ്റ് ഉണ്ടാവും, ചെക്ക് 50,000 റുപ്പീസിന്റെ ഒരു ചെക്കും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. 2024 Kavli Prize winners announced in science field. അപ്പോൾ winners of 2024 Kavli Prize എന്ന് പറയുന്നത് കാവലി മെഡലുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യരുത്, സെപ്പറേറ്റ് ആണ്. അപ്പൊ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 8 വിന്നേഴ്സ് ആണ് വരുന്നത്. ആസ്ട്രോഫിസിക്സ്, ന്യൂറോ സയൻസ്, നാനോ സയൻസ്, ഈ 3 മേഖലകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് ഇതിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കാവലി പ്രൈസ് എന്ന് പറയുന്നത് ബൈലിയൽ ആണ്. ഇത് നോർവേനിയൻ അമേരിക്കൻ ബിസിനസ്മാൻ ആൻഡ് ഫിലാന്ത്രോഫിസ്റ്റ് ആയിട്ടുള്ള ഫ്രെഡ് കാവലിനെ ഓണർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അവാർഡ് വരുന്നത്. ഇതിന്റെ ഇനാഗുറൽ പ്രൈസ് ആദ്യം അനൗൺസ് ചെയ്തത് 2008 അപ്പോൾ 73 സയന്റിസ്റ്റുകൾക്ക് 19 കൺട്രീസിൽ നിന്നായിട്ട് ഈ ഓണർ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ആയിട്ട്. അപ്പൊ ഇതില് 10 of them have gone on to win the Nobel Prize. ഇതിൽ അവാർഡ് കൊടുത്ത് 10 എണ്ണത്തോളം നോബൽ പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്.
ഈ പ്രൈസ് എന്ന് പറയുന്നത് 1 million ക്യാഷ് പ്രൈസ് ആണ്. അത് ഫീൽഡ് അനുസരിച്ച്. പിന്നെ ഒരു സ്ക്രോളും ഒരു മെഡലും 7 cm ഡയമണ്ടുള്ള മെഡലും കിട്ടും. US based ആയിട്ടുള്ളതാണ് കാലിനി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് ഈ പ്രൈസ് നൊവേറിയൻ അക്കാദമിക് ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് വഴി ചേർന്ന് പാർട്ണർഷിപ്പോട് കൂടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. കൂടാതെ നൊവേറിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. 2024 കാവ്യ പ്രൈസ് വിന്നേഴ്സ് ആരാന്ന് നോക്കാം. ആസ്ട്രോഫിസിക്സിൽ ഡേവിഡ് ചാർബോന്നു, അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. സാറ സിയാഗർ മൊസക്യൂറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു പ്രൊഫസറാണ്. നാനോ സയൻസിലെ റോബർട്ട് ലാൻഗർ MIT അതായത് മൊസക്യൂറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു പ്രൊഫസറാണ്. അർമൻ പോൾ അലിയസ് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ. ചാർട്ട് വിർക്കിൻ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി. ന്യൂറോ സയൻസിലെ നാൻസി കാൻവിഷർ MIT നിന്നാണ്. വിൻറിച്ച് ഫ്രിവാൾ റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റി നിന്നാണ്. ഡോറിസ് സാവോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. Renowned wildlife filmmaker Sri Subha Nallamuthu announced as winner of Dr. V. Shantaram Lifetime Achievement Award at 18th MIFF. അപ്പൊ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡോക്ടർ വി ശാന്താറാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഉണ്ട്. അത് MIFF അത് കൊടുക്കുന്നത്. ഫിലിം മേക്കേഴ്സിന് കൊടുക്കുന്ന ഒരു അതായത് ഫിലിം മേക്കേഴ്സ് ഡോക്യുമെന്ററി ഫിലിംസ് ഒക്കെ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണിത്. ഇതിനകത്ത് 10 ലക്ഷം രൂപയും ട്രോഫിയും സൈറ്റേഷനുമാണ് വരുന്നത്. ഈ അവാർഡ് ലെജൻഡറി ആയിട്ടുള്ള ഫിലിം മേക്കർ വി ശാന്താറാമിന്റെ ഒരു മെമ്മറി എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് എവർ ഡോക്യുമെന്ററി ഫിലിം ബസാർ ഇനോഗ്രേറ്റഡ് അറ്റ് MIFF 2024. അപ്പൊ 18th മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് ഈ MIFF എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രൊഡ്യൂസർ അപൂർവ പാക്ഷി ആണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഡോക്യുമെന്ററി ഫിലിം ബസാർ വഴി. ബസാർ ആയിരുന്നു ഫസ്റ്റ് എവർ ഡോക്യുമെന്ററി ഫിലിം എന്ന് പറയുന്നത്. ഇത് സ്പേസ് കാറ്റേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ്. സ്പെഷ്യലി ടു ഡോക്യുമെന്ററീസ്, അനിമേഷൻ ആൻഡ് ഷോർട്ട് ഫിലിംസ്. ഓക്കെ, ഈ ഫിലിം ബസാർ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇറ്റ് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ടു ഹെൽപ്പ് ദി ബൂസ്റ്റ് ഫിലിം പ്രൊഡക്ഷൻ. അപ്പോൾ ഫിലിം പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഫിലിം മേക്കേഴ്സിനും സ്പോൺസേഴ്സിനും കൊളാബറേറ്റേഴ്സിനും ഒക്കെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. IAF contingent participants in exercise Red Flag 2024 conducted at Eielson Air Force Base, Alaska. ഇപ്പൊ ഇന്ത്യൻ എയർഫോഴ്സ് IAF അവര് എക്സൈസ് റെഡ് ഫ്ലാഗ് 2024 പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് എയിൽസൺ എയർഫോഴ്സ് ബേസ് അലാസ്ക USA വെച്ചിട്ടാണ് നടന്നത്. ഇത് സെക്കൻഡ് എഡിഷൻ ആണ് റെഡ് ഫ്ലാഗ് 2024. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ്, റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ എയർഫോഴ്സ്, റോയൽ എയർഫോഴ്സ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം, റോയൽ നെതർലാൻഡ്സ് എയർഫോഴ്സ്, ജർമ്മൻ ലഫ് വാഫെ, US എയർഫോഴ്സ്, ഇത്രയും പേരാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആദ്യമായിട്ടാണ് IAF റാഫേൽ എയർക്രാഫ്റ്റ് റെഡ് ഫ്ലാഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഈ എക്സസൈസ് റെഡ് ഫ്ലാഗ് 2024 എന്ന് പറയുന്നത് 14th മുതൽ 14ാം തീയതി വരെ ജൂൺ മാസത്തിലാണ് ഇത് നടന്നത്. World Bank expert Pakistan delegates to visit in J&K to examine hydro project. So 5 member delegates അത് പാകിസ്ഥാനിലുള്ള ഡെലിഗേറ്റ്സ് ആണ്. അവർ along with the neutral delegates of the World ബാങ്കിന്റെ ഡെലിഗേറ്റ്സും കൂടി ചേർന്നിട്ട് ജമ്മു കാശ്മീർ ജൂൺ 17 മുതൽ 28 വരെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഹൈഡ്രോ പ്രൊജക്ട്സ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പാകിസ്ഥാന്റെ ഒബ്ജക്ഷൻ ഉണ്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മളും പാകിസ്ഥാനും തമ്മിലൊരു വാട്ടർ ട്രീറ്റി ആണ്. ഇൻഡസ് വാട്ടറിന്റെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുമായിട്ട് പാകിസ്ഥാൻ ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. 1960 അറ്റ്ലീസ്റ്റ് 10 ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് അണ്ടർവേ ഇൻ യൂണിയൻ ടെറിട്ടറി. ഈ യൂണിയൻ ടെറിട്ടറിക്കകത്ത് 10 ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലേൻസ് അറ്റ്ലീസ്റ്റ് എത്രയും പാടുള്ളൂ എന്നുള്ള ഇതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിന്റെ ഒബ്ജക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിസിറ്റ് നടക്കുന്നത്. ഈ ന്യൂട്രൽ എക്സ്പേർട്ട് എന്ന് പറയുന്നത് റാസ്ലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ചെനാബ് വലിയിൽ അവരത് എക്സാമിൻ ചെയ്യും. അതുപോലെ കൃഷ്ണഗംഗ പവർ ഹൗസിൽ ബന്ദിപ്പൂസ് ഗുറേസ് അവിടെ ഈ ഇതാണ് ന്യൂട്രൽ എക്സ്പേർട്ട് വേൾഡ് ബാങ്കിനുള്ള എക്സ്പേർട്ട് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ IWTയുടെ അണ്ടറിൽ ഇന്ത്യ ഹാസ് ഗിവൺ ഫുൾ റൈറ്റ് ഓവർ 3 ഈസ്റ്റേൺ റിവേഴ്സ് ഓഫ് രവി, ബിയാസ് ആൻഡ് സത്ലജ്. അപ്പൊ ഇൻഡസിന്റെ 3 ട്രിബ്യൂട്ടറീസ് രവി, ബിയാസ്, സത്ലജ് ഇത് 3ലും ഇന്ത്യക്ക് ഫുൾ റൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാന് ബാക്കി വരുന്നത് അതായത് 3 വെസ്റ്റേൺ റിവേഴ്സ് ഇൻഡസ്, ജലം, ചെനാബ് ഇതിൽ 3ലും പാകിസ്ഥാനാണ് ഫുൾ ഗ്രാന്റ് കൊടുത്തിരിക്കുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രകാരം. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് വെസ്റ്റേൺ റിവേഴ്സിന് ലിമിറ്റഡ് യൂസേ ഉള്ളൂ. ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടും നോൺ കൺസെപ്റ്റീവിനും അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ റിവേഴ്സ് ലിമിറ്റഡ് യൂസ് മാത്രമേ ഉള്ളൂ. ഫോമർ ഒഡീഷ ഗവർണർ മുരളീധർ
ചന്ദ്രകാന്ത് ബാന്ദാരെ passes away. അപ്പൊ ശ്രീ ബാന്ദാരെ എന്ന് പറയുന്ന സീനിയർ കോൺഗ്രസ് ലീഡർ ആണ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലീഡറാണ്, ഫോമർ രാജ്യസഭാ മെമ്പർ ആയിരുന്നു 3 ടേംസിലായിട്ട്. സീനിയർ അഡ്വക്കേറ്റ് ഓഫ് സുപ്രീം കോർട്ട് ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗവർണർ ഓഫ് ഒഡീഷ ആയിരുന്നു ഓഗസ്റ്റ് 2007 മുതൽ മാർച്ച് 2013 വരെ. വെറ്ററൻ സ്പോർട്സ് ജേർണലിസ്റ്റ് ഹർപാൽ സിംഗ് ബേദി passes away. അപ്പൊ അദ്ദേഹം നാഷണൽ ഒളിമ്പിക് കണ്ടിൻജന്റ് ട്രസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 2012. അതുപോലെ ഫോമർ സ്പോർട്സ് എഡിറ്റർ ഓഫ് യുണൈറ്റഡ് ന്യൂയോർക്ക് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ ആയിരുന്നു. ഇന്ത്യൻ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേജർ ഫിഗർ തന്നെയാണ് അദ്ദേഹം. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റംഫോസ റീഇലക്ടഡ് ഫോർ സെക്കൻഡ് ടൈം. സൗത്ത് ആഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള സിറിൽ റംഫോസ രണ്ടാമത് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ പ്രിട്ടോറിയയാണ്, എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ. കേപ്പ് ടൗൺ ഉണ്ട്. കേപ്പ് ടൗൺ എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആണ്. ബ്ലോംഫോർട്ട് എന്ന് പറയുന്നത് ജുഡീഷ്യൽ ക്യാപിറ്റൽ. കറൻസി സൗത്ത് ആഫ്രിക്കൻ റണ്ട് ആണ്. ചൈനീസ് സാറ്റലൈറ്റ് ഡിസ്കവേഴ്സ് ന്യൂ സോളാർ അറ്റ്മോസ്ഫിയറിക് റൊട്ടേഷൻ പാറ്റേൺ. അപ്പൊ ചൈനീസ് സയന്റിസ്റ്റുകൾ ഒരു സിഗ്നിഫിക്കന്റ് ബ്രേക്ക് ത്രൂ ആണ് സോളാർ റിസർച്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവര് സോളാർ എക്സ്പ്ലോറേഷൻ സാറ്റലൈറ്റ് വഴി ചൈനീസ് എച്ച് ആൽഫ സോളാർ എക്സ്പ്ലോറർ ചേസ് എന്നാണ് അതിന്റെ പേര്. അതുവഴി ഒരു പുതിയ സോളാർ അറ്റ്മോസ്ഫിയറിക് റൊട്ടേഷൻ, ഒരു പുതിയ പാറ്റേൺ അവർ ഡിസ്കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ടീം എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷൻ റെപ്രസെന്റേഷൻ ഓഫ് സോളാർ അറ്റ്മോസ്ഫിയറിക് റൊട്ടേഷൻ അവർ പ്രിസൈസ് ആയിട്ട് ജനറേറ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചേസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ചൈനയുടെ എച്ച് ആൽഫ സോളാർ എക്സ്പ്ലോറേഷൻ ആണ് ഈ ഒരു സാറ്റലൈറ്റ് പ്രൊജക്ട് ആണ് സണ്ണിലേക്കുള്ളത്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഫോക്കസിംഗ് ഓൺ ഇറ്റ്സ് മാഗ്നറ്റിക് ആക്ടിവിറ്റി ആൻഡ് ഹൗ ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ ബിഹേവ്സ്. മാഗ്നറ്റിക് ആക്ടിവിറ്റിയിലാണ് മെയിൻ ഫോക്കസ്. എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ബിഹേവ് ചെയ്യുന്നതെന്ന് അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചേസ് എന്ന് പറയുന്നത് കഫു 1 സാറ്റലൈറ്റിനും കൂടെ അത് അറിയപ്പെടുന്നുണ്ട്. 2022 ഇത് ലോഞ്ച് ചെയ്തത്. സോളാർ ക്രോമോസ്ഫിയറിൽ ഒരു ഐ കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയും. China's next moon mission to include Egypt and Bahrain, member of US Artemis Accords. ഈജിപ്തും ബഹ്റിനും ചൈനയുമായിട്ട് ജോയിൻ ചെയ്ത് ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട് അടുത്ത ഒരു മൂൺ മിഷന് വേണ്ടിയിട്ട്. ആ മൂൺ മിഷന്റെ പേര് ചാങ്ലി 7 മിഷൻ എന്നാണ്. ചാങ്ലി 7 മിഷൻ എന്ന് പറയുന്നത് ലുണാർ മിഷൻ ആണ്. സെർച്ചിങ് ഫോർ വാട്ടർ ഐസ് അറ്റ് ദ മൂൺ സൗത്ത് പോൾ ഇൻ 2026. 2026 ആകുമ്പോഴത്തേക്കും മൂണിന്റെ സൗത്ത് പോളിൽ വാട്ടറും ഐസും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു മിഷൻ ആണ് ഈ ചാൻ E7 എന്ന് പറയുന്നത്. ഇത് ഒരു കോപ്പറേഷൻ എഗ്രിമെന്റ് ഇവർ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഹൈപ്പർ സ്പെക്ട്രൽ ക്യാമറ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ക്യാമറ ലൂണാർ സർഫസിലെ മെറ്റീരിയൽസ് ഓർബിറ്റിൽ നിന്നും അതുപോലെ ലൂണാർ പോളാർ റീജിയൻസിൽ നിന്നൊക്കെ ഇമേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈജിപ്ത് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷന്റെ ഒരു മെമ്പർ ആണ്. അപ്പോൾ an initiative proposed by China and Russia to build a base on the moon by the mid of 2030. അപ്പൊ ഇതെന്ന് പറയുന്നത് അതായത് ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത് ചൈനയും റഷ്യയും കൂടെ പ്രപ്പോസ് ചെയ്തതാണ്. 2030 ആകുമ്പോഴത്തേക്കും മൂണില് ഒരു ബേസ് കൊണ്ടുവരാൻ, ഒരു ബിൽഡ് ബേസ് അറ്റ് മൂൺ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ബഹ്റൈൻ എന്ന് പറയുന്നത് US ലീഡ് ചെയ്യുന്ന ആർട്ടിമിസ് അക്കോർഡ്സിൽ സൈൻ ചെയ്തു. ആർട്ടിമിസ് അക്കോർഡ്സ് എന്താണെന്ന് കൂടെ നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിമിസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മൂൺ ഗോഡസിന്റെ പേരാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സീരീസ് ഓഫ് നോൺ ബൈൻഡിങ് മൾട്ടിലാറ്ററൽ അറേഞ്ച്മെന്റ്സ് ആണ് US ഗവൺമെന്റും മറ്റു വേൾഡ് ഗവൺമെന്റ്സും തമ്മിലുള്ള ഔട്ടർ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ലോഞ്ച് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് നാസ October 30, 2020 ഇന്ത്യ 27ാമത്തെ സിഗ്നേറ്ററി ആണ് ആർട്ടിമിസ് അക്കൗണ്ടിൽ. ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്, 27ാമത്തെ സിഗ്നേറ്ററി ആണ്. ഇന്ത്യ ക്ലിഞ്ചസ് their first medal at BRICS Games in Kazan, Russia. റഷ്യയിലെ കസാനിൽ വെച്ച് നടന്ന ബ്രിക്സ് ഗെയിംസിൽ ഇന്ത്യക്ക് ഫസ്റ്റ് മെഡൽ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് ബ്രിക്സ് ഗെയിംസിൽ കിട്ടി. വുമൺസ് ടേബിൾ ടെന്നീസ് ടീമിനാണ് അത് കിട്ടിയത്. കൊയ്മാൻജി ബേസ, മൗമിറ്റ ദത്ത ആൻഡ് യാഷ്നി ശിവശങ്കർ, ഇവർക്ക് 3 പേർക്കും ബ്രോൺസ് മെഡൽ ആണ് കിട്ടിയത് ടേബിൾ ടെന്നീസിൽ. അപ്പൊ 2024 ബ്രിക്സ് ഗെയിംസ്, 2024 ബ്രിക്സ് സ്പോർട്സ് ഗെയിംസ് ഒന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. 12 മുതൽ 23 ജൂൺ 2024 വരെ റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. നെക്സ്റ്റ് 18th ജൂൺ ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ 2024 ആയിരുന്നു. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ടേക്കിംഗ് ദി മാസ്ക് ഓഫ് എന്നുള്ളതാണ്. ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ എന്ന് പറയുന്നത് ആദ്യം സെലിബ്രേറ്റ് ചെയ്ത് 2005 അപ്പോ ഓട്ടിസ്റ്റിക് പീപ്പിളിന്റെ ഇടയിൽ അവർക്ക് സെൽഫ് ആക്സെപ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും സൊസൈറ്റിയിലുള്ള അവരുടെ ആക്സെപ്റ്റൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്.
India at 176 among 180 countries in Environment Performance Index 2024. അപ്പോൾ Environment Performance Index EPI ഇൻഡെക്സിൽ 180 കൺട്രീസിൽ ഇന്ത്യ വളരെ പുറകോട്ടാണ്. ഇന്ത്യക്ക് 176ാമത്തെ സ്ഥാനമാണ് കിട്ടിയത്. അപ്പോ EPIയുടെ ഇപ്രാവശ്യത്തെ സ്കോർ എന്ന് പറയുന്നത് 27.6 ആണ് ഇന്ത്യയുടെ. അപ്പോ ഇന്ത്യ ആക്ച്വലി സർപാസിംഗ് ഓൺലി പാകിസ്ഥാൻ, വിയറ്റ്നാം, ലാവോസ് ആൻഡ് മ്യാൻമർ. ആകെ 4 കൺട്രീസിന് മാത്രം, അതായത് ബോട്ടത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ 4 കൺട്രീസിന് മാത്രം സർപാസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഈസ്റ്റോടെയാണ് 2024 EPI ഇൻഡെക്സിൽ 75.3 സ്കോർ ചെയ്തുകൊണ്ട് ടോപ്പിലെത്തിയത്. അത് കഴിഞ്ഞാൽ ലക്സംബർഗ്, പിന്നെ ജർമ്മനി സെക്കൻഡ്, ദെൻ തേർഡ് സ്പോട്ടിലെത്തിയത് സെക്കൻഡ് ആൻഡ് തേർഡിൽ എത്തിയത് ലക്സംബർഗും ജർമ്മനിയുമാണ്. അപ്പോൾ പ്രീവിയസ്ലി ഇന്ത്യ 118th ആയിരുന്നു EPI 2022. പിന്നെ 2020 168ാമതായിരുന്നു. ഇപ്പോ 2024 176ലേക്ക് എത്തി. അപ്പൊ 2024 EPI എന്ന് പറയുമ്പോൾ നമ്മൾ എൻവയോൺമെന്റ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, 180 കൺട്രീസിന്റെ എൻവയോൺമെന്റ് പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 58 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തത്. അപ്പൊ ഇതിന് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത്: എക്കോസിസ്റ്റം, വൈറ്റലിറ്റി, എൻവയോൺമെന്റൽ ഹെൽത്ത്, ക്ലൈമറ്റ് ചേഞ്ച്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ EPI ഇൻഡെക്സ് കണക്കാക്കുന്നത്. 2024 ഇൻഡെക്സിനകത്ത് 2 പുതിയ കാറ്റഗറിയും കൂടി ഉണ്ട്: ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഹാബിറ്റേറ്റ്. അതായത് പ്രൊട്ടക്ഷൻ ഇഫേർട്ടും എൻക്രോച്ച്മെന്റും അതെല്ലാം ഇതിനകത്ത് കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ കാറ്റഗറി പ്രൊജക്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്രത്തോളം നെറ്റ് സീറോ എമിഷൻ 2050 ആകുമ്പോഴത്തേക്ക് എത്തിക്കാൻ വേണ്ടി, ആ ഒരു പ്രോഗ്രസിന് വേണ്ടി എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്, അതാണ് സെക്കൻഡ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. India is set to be 6th country to have its own deep sea mission. അപ്പൊ ഇന്ത്യ സ്വന്തമായിട്ട് ഡീപ് സീ മിഷൻ ഉള്ള 6ാമത്തെ കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT മത്സ്യയാൻ 6000 എന്ന് പറയുന്ന ഒന്ന് ഡെവലപ്പ് ചെയ്തു. അതൊരു ക്രൂഡ് എക്സ്പെഡീഷൻ ആണ്, സബ്മേഴ്സിബിൾ ആണ്. 6000 മീറ്റർ ഓഷ്യന് താഴെ പോയിട്ട് ഡൈവ് ചെയ്തിട്ട് അവിടുത്തെ എൻവയോൺമെന്റ് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ വാല്യുബിൾ റിസോഴ്സസ് ആയിട്ടുള്ള പോളിമെറ്റാലിക് നൊഡ്യൂൾസ്, സൾഫൈഡ്സ്, എസെൻഷ്യൽ മെറ്റൽസ്, ഇതൊക്കെ ഒരു 3000 to 5500 മീറ്ററിന്റെ താഴെയാണ് കാണാൻ പറ്റുക. ഇതിനെക്കുറിച്ച്, ഇത്തരത്തിലുള്ള വാല്യുബിൾ റിസോഴ്സസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ USA, റഷ്യ, ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ഈ 5 കൺട്രീസ് ആണ് ഇതിന് മുന്നേ ഇത് നേടിയിട്ടുള്ളത്. അതായത് ഡീപ് ഓഷൻ ക്രൂഡ് മിഷൻസ് ഉള്ളത് ഈ 5 കൺട്രീസിനാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. 6ാമത്തെ കൺട്രി ആകാൻ പോകുകയാണ് ഇന്ത്യ. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഹാർബർ ട്രയൽ ആണ്. അതായത് 40 to 50 മീറ്റർ ഡീപ് സീ മിഷനിൽ പോകും. അത് സെപ്റ്റംബർ 2024ലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ള മിഷൻ 2026ലാണ് നടക്കാൻ പോകുന്നത്. ഇപ്പൊ NIOT എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO-ആയിട്ട് കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവര് ISRO ഒരു ടൈറ്റാനിയം ബുള്ള് ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തു. ഒരു വെസലാണ് അത്. അതിനകത്ത് എക്സ്ട്രീം ദാറ്റ് ക്യാൻ ബിയർ എക്സ്ട്രീം പ്രഷർ, അതായത് 6000 ബാർ വരെ പ്രഷർ താങ്ങാൻ പറ്റുന്ന ഒരു വെസൽ. അതാണ് ടൈറ്റാനിയം ഹള്ളല്ല ഹള്ളാണ്. സെൽഫ് ഫ്ലോട്ടേഷൻ ടെക്നോളജി ടു ഡീൽ വിത്ത് എമർജൻസി കണ്ടീഷൻസ് ആൻഡ് ബി സബ്മേർജ്ഡ് ഫോർ 72 hours. 72 അവേഴ്സോളം സബ്മേർജ് ചെയ്ത് കിടക്കാൻ പറ്റും. പിന്നെ സെൽഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഒരു എമർജൻസി വരുകയാണെങ്കിൽ സെൽഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഡീപ് ഓഷ്യൻ മിഷൻ എന്ന് പറയുന്നത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ മിഷൻ ആണ്. ഡീപ് സീ എക്സ്പ്ലോറേഷൻ കാപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ അഡ്വൈസറി കൗൺസിലിന്റെ 9 മിഷൻസിൽ ഒരു മിഷനാണ് ഡീപ് ഓഷ്യൻ മിഷൻ എന്ന് പറയുന്നത്. So major advancement in DOM പ്രൊജക്ട് എന്ന് പറയുന്നത് സമുദ്രയാനും മത്സ്യ 6000 ആണ്. പിന്നെ വരാഹ, അത് ഇന്ത്യയുടെ ഡീപ് ഓഷ്യൻ മിഷൻ സിസ്റ്റം 2030 ആണ്. ഇത് ഡിസൈഗ്നേറ്റ് ചെയ്ത യുഎന്നെ designated by the UN as the decade of ocean science. ഓഷ്യൻ സയൻസിന്റെ ഡീക്കേഡ് ആയിട്ട് നമ്മുടെ UN പറഞ്ഞ 2021-2030 ആ ഒരു സമയം ഇന്ത്യയുടെ ഡീപ് ഓഷ്യൻ മിഷൻ മൈനിങ് സിസ്റ്റം വരുന്നുണ്ട്, വരാഹ. Assam Secretariat becomes India's first eco-friendly state government headquarters. So Assamile Secretariat കൺട്രിയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻ സെക്രട്ടേറിയറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് 2.5 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ട് അവിടെ ക്യാമ്പസിൽ അവർ ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഏകദേശം 12.5 crore കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഗ്രിഡ് കണക്ട് ചെയ്തിരിക്കുന്ന റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റിലേക്കാണ്. അതിന് 30 lakh ആണ്. 30 lakh ഇൻ ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാൻ, ഓരോ മാസം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സോളാർ പവർ പ്രൊജക്ടിലൂടെ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഹരിയാന ഗവൺമെന്റ് ടു റിക്രൂട്ട് വൻ മിത്രാസ് സൂഡ് അണ്ടർ വൻ മിത്ര യോജന. വൻ മിത്രാസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ്സിന് ടേക്ക് കെയർ ചെയ്യുന്ന, അതിനൊരു ഹോണറോറിയം കൊടുക്കുന്ന ഒരു പെയ്ഡ് ഹോണറോറിയം ടു ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ്.
പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നവർക്ക് ഒരു ഓണറേറിയം ഫീഡ് ഒക്കെ കൊടുക്കുന്ന സംഭവമാണ് വൻമിത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഓഫീസേഴ്സ് ഹാവ് ബീൻ ഇൻസ്ട്രക്ടഡ് ടു ഗെറ്റ് റെഗുലർ മാപ്പിംഗ് ഡൺ ബൈ ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് drones of plants already planted in the forest area and the plants to be planted every year under the plantation campaign. ഇതൊരു പ്ലാന്റേഷൻ ക്യാമ്പയിൻ ആണ്. ഇത് ഈ പ്ലാന്റ് ചെയ്ത പ്ലാന്റ്സിനെ കൃത്യമായിട്ട് ഡ്രോൺസ് വെച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ വർഷവും പ്ലാന്റ് ചെയ്യാനുള്ള പ്ലാന്റ്സും ഫോറസ്റ്റ് ഏരിയക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വൺ മിത്ര സ്കീം എന്ന് പറയുന്നത് ഒരു ഫോസ്റ്റർ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ്. അഫോറസ്റ്റേഷൻ ഇഫേർട്ട് ആണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഒരു നോൺ ഫോറസ്റ്റ് ഏരിയനെ, ഒരു സ്റ്റേറ്റിലെ നോൺ ഫോറസ്റ്റ് ഏരിയനെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സ്കീം വരുന്നത്. അപ്പോൾ എലിജിബിൾ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഈ വൻ മിത്രയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഈ സ്കീം വഴി നമുക്ക് 1000-ഓളം സാപ്ലിങ്സിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലെ പാർട്ടിസിപ്പൻസിന് $20 ഈച്ച് പ്രീപെയ്ഡ് കിറ്റ്. അപ്പൊ പ്രീപെയ്ഡ് ആയിട്ടുള്ള കിറ്റിന് 20 രൂപ വെച്ചിട്ടാണ് കിട്ടുക. അത് ജിയോ ടാഗ് അതുപോലെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് വഴിയൊക്കെയാണ് നമുക്ക് കിട്ടുക. സബ്സിക്വന്റ് അത് 30 ആകും ഓരോ സാപ്ലിംഗ് പ്ലാൻ ചെയ്യുമ്പോഴും. അഡീഷണൽ പേയ്മെന്റ്സ് ഓൺഗോയിങ് മെയിൻ്റെനൻസിനും അതുപോലെ സെക്യൂരിറ്റി സാപ്ലിങ്സിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ചെലവാക്കുന്നതിനനുസരിച്ച് അടുത്ത 3 വർഷത്തേക്ക് പേയ്മെന്റ് നമുക്ക് കിട്ടും. ഓർത്തോ 1 ലോഞ്ചസ് ഹാർട്ട് സ്പോർട്സ് ഇഞ്ചുറീസ് മൂവ്മെന്റ്. ഇപ്പൊ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഓർത്തോപീഡിക്സ് സ്പെഷ്യാലിറ്റി സെന്റർ ആണ്. അത് ഹാർട്ട് സ്പോർട്സ് ഇഞ്ചുറീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അത്ലറ്റ്സിന്റെ വേണ്ട ഒരു സെൻസിറ്റൈസ്ഡ് മൂവ്മെന്റ് ആണ്. സ്പോർട്സ് ഇഞ്ചുറീസ് ഒക്കെ വരുന്നതിനെ കുറിച്ച് അത്ലറ്റ്സിനെ ബോധവാന്മാരാക്കുക, ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റും ഷൂട്ടർ ആയിട്ടുള്ള അഭിനവ് ബിന്ദ്രയാണ് ഇത് അത്ലറ്റിക് നീ സിംപോസിയം എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സിദ്ധേഷ് തക്കോർ, farmer from Maharashtra named land hero by UN agency. അപ്പൊ സിദ്ധേഷ് സക്കോർ എന്ന് പറയുന്നത് ഒരു ഫാർമർ ആണ്. അഗ്രോ റേഞ്ചർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു ഇതിന്റെ ഫാമറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലാൻഡ് ഹീറോ ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡിസർട്ടിഫിക്കേഷൻ എയിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് ഡിസർട്ടിഫിക്കേഷൻ ഡ്രോട്ട് ഡേയുടെ ഒക്കേഷനിലാണ് UNCC ഇത് അനൗൺസ് ചെയ്തത്. 10 ലാൻഡ് ഹീറോസ് നെയിംസ് പറഞ്ഞു. ബോണിൽ ജർമ്മനിയിൽ വെച്ചിട്ട് അതിലൊരാൾ സിദ്ധേഷ് സാക്കൂർ ആയിരുന്നു. Gretchen Walsh set a world record in the 100-meter butterfly at the US Olympic trials. അപ്പൊ ഗ്രെച്ചൻ വാൾഷ് വേൾഡ് റെക്കോർഡ് വുമൻസ് 100-meter ബട്ടർഫ്ലൈ നീന്തലാണ് ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അതില് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. 55.18 സെക്കൻഡ്സ് ആണ് അവരെടുത്തത്. പ്രീവിയസ് റെക്കോർഡ് 55.48 ആണ്. അത് സ്വീഡിഷ് ആയിട്ടുള്ള ഒരു മെമ്പർ സാറയാണ് അത് 2006 റിയോ ഡി ജനറോ ഒളിമ്പിക്സിനാണ് അത് നേടിയത്. അതിനെ മറികടന്നുകൊണ്ടാണ് ഒളിമ്പിക് ട്രയൽസിൽ ഇത്തരത്തിലൊരു റെക്കോർഡ് വരുന്നത്. ഫെറാറി വിൻ 24 hours of Le Mans for second year in a row. ഫെറാറി 24 hours of Le Mans 2 വർഷമായിട്ട് 2ാമത്തെ വർഷമാണ് ഇത് വിൻ ചെയ്യുന്നത്. 24 hours of Le Mans എന്ന് പറയുന്നത് എൻഡ്യൂറൻസ് ഫോക്കസ്ഡ് സ്പോർട്സ് കാർ റേസ് ആണ്. ആനുവലി അത് Le Mans എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു സ്ഥലത്താണ് നടക്കുന്നത്. Reserve Bank of India backs Risk Manager of the Year Award 2024 by London Central Banking Publication. ഇപ്പോൾ ലണ്ടനിലെ സെൻട്രൽ ബാങ്കിങ് പബ്ലിക്കേഷന്റെ റിസ്ക് മാനേജർ ഓഫ് ദി ഇയർ അവാർഡ് 2024 നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്കിനാണ് കിട്ടിയത്. RBI എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ മണിയായിട്ട് ബന്ധപ്പെട്ട മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ഈ സെൻട്രൽ ബാങ്കിങ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലണ്ടൻ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. 19th ജൂൺ വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ ആണ്. അപ്പൊ വേൾഡ് സിക്കിൾ സെൽ ഡേ 2024 തീം എന്ന് പറയുന്നത് ഹോപ്പ് ത്രൂ പ്രോഗ്രസ് അഡ്വാൻസിങ് സിക്കിൾ സെൽ കെയർ ഗ്ലോബലി എന്നുള്ളതാണ്. അപ്പൊ UN ജനറൽ അസംബ്ലി 2008 ഡിസംബർ 22 ഈ സിക്കിൾ സെൽ ഡിസീസിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഡേ അവർ അവയർനെസ് ഡേ കൊണ്ടുവരണം എന്നുള്ളത് അവർ തീരുമാനിച്ചത്. അങ്ങനെ വൺ ഓഫ് ദി വേൾഡ്സ് മെയിൻ ജനറ്റിക് ഇൽനെസ് ആയിട്ടുള്ള ഈ വളരെ ഹെൽത്ത് ഹസാർഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഡിസീസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ കൊണ്ടുവന്നത്. ഇപ്പൊ ഇന്ത്യയിലെ വേൾഡ് സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് സിക്കിൾ സെൽ ഡിസീസ് ബേർഡൻ ഉള്ള ഒന്നാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് സിക്കിൾ സെൽ ഡിസീസ് ബേർഡൻ ഉള്ള സ്ഥലമാണ്. അത് സോഷ്യലിയും പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയും ഒക്കെ ആളുകളെ അഫക്ട് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർലി ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്.
ഇപ്പൊ നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ നമുക്കുണ്ട്. അത് യൂണിയൻ ബഡ്ജറ്റ് 2023 കൊണ്ടുവന്നത്. അപ്പൊ അത് പ്രകാരം സിക്കിൾ സെൽ അനീമിയ 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യും എന്നുള്ള ഒരു എയിം ആണ് വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് കൂടി നോക്കാം. ഇതൊരു ഇൻഹെറിറ്റഡ് ബ്ലഡ് ഡിസോർഡർ ആണ്. ഹീമോഗ്ലോബിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിലുള്ള മോളിക്യൂൾസ് ആണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ത്രൂ ഔട്ട് ദ ബോഡി ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ ഈ ഡിസീസ് ഉള്ള ആളുകളിൽ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനെ ഹീമോഗ്ലോബിൻ എസ് എന്നാണ് വിളിക്കുക. കാരണം റെഡ് ബ്ലഡ് സെൽസ് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അതിന്റെ ഷേപ്പ് മാറിയിട്ട് അതൊരു സിക്കിൾ അല്ലെങ്കിൽ ഒരു ക്രസന്റ് ഷേപ്പിലേക്ക് മാറിയിട്ടാണ് ഈ ഒരു രോഗം കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഈ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റിനെ കുറയ്ക്കും. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് ഓക്സിജൻ എത്താതെ വരും. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ സിക്കിൾ സെൽസ് എന്ന് പറയുന്നത് സ്റ്റിക്ക് ടുഗദർ ചെയ്താണ് കാണുക. അതൊന്നും ഒട്ടിപ്പിടിച്ചാണ് കാണുക. അതുകൊണ്ട് തന്നെ ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലോക്കിംഗ് ഉണ്ടാക്കാനും നമുക്ക് പെയിൻ ഉണ്ടാക്കാനും ബാക്കി കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ എത്തിക്കാനും കാരണമാണ്. PM Modi to lead 10th International Day of Yoga celebration in Srinagar. അപ്പൊ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി 10th International Day of Yoga celebration ശ്രീനഗറിൽ 21st ജൂണിന് സ്റ്റാർട്ട് ചെയ്യാം. 21st ജൂണിനാണ് നമ്മുടെ ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. യൂണിയൻ ആയുഷ് മിനിസ്റ്റർ പ്രതാപ് റാവു ജാദവ് കോമൺ യോഗ പ്രോട്ടോകോൾ ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്രെയിലി സ്ക്രിപ്റ്റും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള പീപ്പിൾസിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവർക്കും യോഗ പ്രാക്ടീസ് ചെയ്യാനും ലേൺ ചെയ്യാനും ഒക്കെ ഇതുവഴി സാധിക്കും. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ഒരു യുണീക് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. യോഗ ഫോർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയുടെ ഭാഗമായിട്ട് എല്ലാ സയന്റിസ്റ്റുകളും ISRO എല്ലാ ഒഫീഷ്യൽസും കോമൺ യോഗ പ്രോട്ടോകോൾ ഗൈഡ്ലൈൻസ് പ്രകാരം യോഗ പെർഫോം ചെയ്യുന്നുണ്ട്. Vinod Ganatra becomes first Indian honored with the Nelson Mandela Lifetime Achievement Award. അപ്പോൾ എമിനന്റ് ആയിട്ടുള്ള ഒരു ചിൽഡ്രൻ ഫിലിം മേക്കർ ആണ് വിനോദ് ഗനാത്ര. അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്കയിലെ പ്രസ്റ്റീജിയസ് അവാർഡ് ആയിട്ടുള്ള നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേൾഡ് സിനിമയിൽ കൊടുത്ത കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അദ്ദേഹത്തിന് 7th നെൽസൺ മണ്ടേല ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്. ഗനാത്ര എന്ന് പറയുന്നത് 36 നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ജാനകിനാഥ് ഗൗർ അവാർഡ് ദൂരദർശന് കിട്ടിയിട്ടുണ്ട് ചിൽഡ്രൻസ് പ്രോഗ്രാം ആയിട്ടുള്ള ബെയിങ്കാൻ രാജയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഹിസ് ഓൺലി ഇന്ത്യൻ ഫിലിം മേക്കർ റിസീവ് ലിവ് ഉൽമാൻ പീസ് പ്രൈസ് ഇൻ ചിക്കാഗോ. അദ്ദേഹത്തിന് ഗുജറാത്തി ഫിലിം ആയിട്ടുള്ള അരുൺ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ടാണ് അത് കിട്ടിയത്. ഇന്ത്യ ടു ഹോസ്റ്റ് ഇസ് ഫസ്റ്റ് എവർ മൾട്ടിനാഷണൽ എയർ എക്സസൈസ് കരണ്ട് ശക്തി 2024. ഇപ്പൊ കൺട്രീസ് ആരൊക്കെയാണ് എയർഫോഴ്സിന് ഇതിനു വേണ്ടിയിട്ട് അയക്കുന്നത് വെച്ചാൽ UK, US, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, സിംഗപ്പൂർ, UAE ഇങ്ങനെയുള്ള എല്ലാ എയർഫോഴ്സസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കരണ്ട് ശക്തി 2024 ഇന്ത്യയാണ് ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ സദേൺ ഇന്ത്യയിൽ വെച്ചിട്ട് ഓഗസ്റ്റിൽ നടക്കും. സെക്കൻഡ് ഫേസിൽ വെസ്റ്റേൺ സെക്ടർ വെച്ചിട്ട് ഓഗസ്റ്റ് എൻഡിൽ നടക്കും. അതുപോലെ മിഡ് സെപ്റ്റംബറിനുള്ളിൽ നടക്കും. NHAI to enhance green power along the national highways with the Miyawaki plantations. അപ്പൊ NHAI ഒരു യുണീക് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുകയാണ്. മിയാവാക്കി പ്ലാന്റേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ നാഷണൽ ഹൈവേ പോകുന്ന ലാൻഡിന്റെ സൈഡ് ഭാഗത്തൊക്കെ മിയാവാക്കി പ്ലാന്റേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുവാണ്. അപ്പൊ മിയാവാക്കി പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ മിയാവാക്കി മെത്തേഡ് അറിയപ്പെടുന്നുണ്ട്. ഇതൊരു യുണീക് ജപ്പാനീസ് അപ്രോച്ച് ആണ്. മെയിൻ ആയിട്ട് ഇക്കോളജിക്കൽ റീസ്റ്റോറേഷനും എഫോറസ്റ്റേഷൻ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റേഷൻ മെത്തേഡാണ് മിയാവാക്കി പ്ലാന്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഡെൻസ് ആൻഡ് നേറ്റീവ് ആയിട്ടുള്ള ബയോഡൈവേഴ്സ് ആയിട്ടുള്ള ഫോറസ്റ്റിനെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡിന്റെ എയിം എന്ന് പറയുന്നത്. ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഗ്രൗണ്ട് വാട്ടർ റിട്ടൈൻ ചെയ്യും. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റീചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ട്രീസ് വളരുവാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഈ മെത്തേഡ് വഴി ട്രീസ് 10 times ഫാസ്റ്ററിൽ വളരും. പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത് ഒരു ഡസ്റ്റ് ബാരിയർ ആയിട്ടും സൗണ്ട് ബാരിയർ ആയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ജപ്പാനീസ് ബൊട്ടാനിസ്റ്റ് ആയിട്ടുള്ള അക്കീറ മിയാവാക്കി ആണ് ഈ ഒരു മിയാവാക്കി ടെക്നിക്സ് ഈ ഡെൻസ് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് കൊണ്ടുവന്നത്. നേറ്റീവ് പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. സാക്ഷു ഫെസിലിറ്റി ഓൺ സഞ്ചാർ സാത്തി പോർട്ടൽ. സാക്ഷു എന്ന് പറയുന്നത് സിറ്റിസൺ റിപ്പോർട്ട് ഒരു ഫ്രോഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതായത്
SMS ഓ വാട്സപ്പോ കോളോ അത്തരത്തിലുള്ള ഫ്രോഡ് ആയിട്ടുള്ള എന്തെങ്കിലും സസ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് സഞ്ചാർ സാത്തി പോർട്ടലിനകത്ത് ചാക്സു എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ചിലര് വളരെ ഫ്രോഡ് ആയിട്ട് KYC എക്സ്പയർ ആയി അത് അപ്ഡേറ്റ് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിൽ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ മെസ്സേജ് അയച്ചാൽ മതി, ഈ മെസ്സേജ് വഴി നമുക്ക് പേയ്മെന്റ് അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി മെസ്സേജസ് നമുക്ക് വരും. അപ്പോ അത്തരത്തിലുള്ള ഫ്രോഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഫെസിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. New snake eel species discovered in Odisha by scientists of Zoological Survey of India, റീജിയണൽ സെന്റർ ഗോപാൽപൂർ ഒഡീഷയിലെ ഗഞ്ചാം ഡിസ്ട്രിക്റ്റില് ഒരു പുതിയ സ്പീഷീസ് സ്നേക്ക് ഈലിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് എസ്റ്ററൈൻ എക്കോസിസ്റ്റത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പുതിയ സ്പീഷീസിന് ഒഫിക്കസ് സുറിയായി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സൂര്യകുമാർ മൊഹാന്തി എന്ന് പറയുന്ന ഒരു ഫോർമൻ ജോയിന്റ് ഡയറക്ടർ ഉണ്ട് സ്റ്റേറ്റ് ഫിഷറി ഡിപ്പാർട്ട്മെന്റിന്റെ. അദ്ദേഹത്തിന് ഓണർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പേര് കൊടുത്തിരിക്കുന്നത്. MRU installs Delhi NCR's first GNSS receiver in collaboration with ISRO. മാനവ് രചന യൂണിവേഴ്സിറ്റി, അതാണ് MRU എന്ന് പറയുന്നത്, ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഡൽഹിയിലെ NCR ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ് GNSS. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് നാഷണൽ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ലബോറട്ടറിയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ഉള്ള ഒരു കൊളാബറേഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു GNSS അവര് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് വെതർ, ക്ലൈമറ്റ്, സ്പേസ് വെതർ, പ്ലാനറ്ററി അറ്റ്മോസ്ഫിയർ ഇതെല്ലാം GNSS റിസീവ് ചെയ്യുന്ന നെറ്റ്വർക്കിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള റിസർച്ച് പെർഫോം ചെയ്യാൻ ഇതുവഴി സാധിക്കും, മെയിൻ ആയിട്ട് അറ്റ്മോസ്ഫിയർ ആൻഡ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട. ഡൽഹി റേറ്റഡ് ബെസ്റ്റ് സ്റ്റുഡന്റ് സിറ്റി ഇൻ ഇന്ത്യ ഇൻ QS ബെസ്റ്റ് സ്റ്റുഡന്റ് സിറ്റീസ് 2025. ഇപ്പൊ ടോട്ടൽ 4 സിറ്റീസ്, അതായത് ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, 4 സിറ്റീസ് ആണ് ഈ വർഷത്തെ ഈ QS ബെസ്റ്റ് സിറ്റീസ് റാങ്കിങ്ങിൽ വന്നിരിക്കുന്നത്. ഈ സിറ്റി റാങ്കിങ് എന്ന് പറയുന്നത് ഡൽഹിയുടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്, 21 പ്ലേസസ് ഇംപ്രൂവ് ആയിരുന്നു. 111ാമത്തെ സ്പോട്ടാണ്. സെക്കൻഡ് മോസ്റ്റ് അഫോർഡബിൾ സിറ്റി ഫോർ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഡൽഹി. ബാംഗ്ലൂർ എന്ന് പറയുന്നത് ലീപ്പാണ്, 17 പ്ലേസസ് ലീപ്പാണ്, 130 ആയിരുന്നു സ്പോട്ട്, 7th മോസ്റ്റ് അഫോർഡബിൾ സിറ്റി ഫോർ സ്റ്റുഡൻസ്. All 4 Indian cities are among top 30 for affordability. അഫോർഡബിലിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പ് 30 തന്നെ എല്ലാ ഈ പറഞ്ഞ 4 ഇന്ത്യൻ സിറ്റീസും വരുന്നുണ്ട്. അഡീഷണലി ഒരു ടോപ്പ് 100-നുള്ളിൽ വീണ്ടും വേറെ ഇന്ത്യൻ സിറ്റീസസ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ലണ്ടൻ ആണ് 6th കോൺസിക്യൂട്ടീവ് എഡിഷനിൽ ടോപ്പ് പൊസിഷനിൽ വരുന്നത്. സെക്കൻഡ് ടോക്കിയോ, തേർഡ് സിയോൾ. ചൈന മെയിൻലാൻഡ് ഹയസ്റ്റ് നമ്പർ ഓഫ് റാങ്ക്ഡ് സിറ്റീസ് ഉള്ള സ്ഥലമായി. തായ്വാൻ വിത്ത് 5 and India and Indonesia with 4 each. Okay. Japan on high alert as STSS infection surge. For recent data, Japan എന്നുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസസിന്റെ ഡാറ്റ പ്രകാരം STSS കേസസ് ട്രബിൾ ചെയ്യുന്നുണ്ട്. നിയർലി 1000 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഫെക്ഷൻസ്. അപ്പോ എന്താണ് STSS എന്ന് നോക്കാം. ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയൽ ഇൻഫെക്ഷനെയാണ് ഈ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം STSS എന്ന് വിളിക്കുന്നത്. ഇത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇത് ഒരു 48 hours ഫാറ്റാലിറ്റി ഉള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. ഇപ്പൊ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. അവര് ഒരു തരം ടോക്സിൻസ് റിലീസ് ചെയ്യും. അതിനെ നമ്മുടെ ബോഡിയിൽ ഇന്റൻസ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടിഷ്യൂ റാപ്പിഡ് ആയിട്ട് ഡീകേ ചെയ്യാൻ തുടങ്ങും. സിവിയർ പെയിൻ ഉണ്ടാവും, നമുക്ക് ഷോക്ക് ഉണ്ടാവും. ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് സ്ട്രീമിലൂടെയും മൾട്ടി ഓർഗൻ ഫെയിലിയറിലൂടെ ബ്ലഡ് സ്ട്രീമിലാണ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് കോസിംഗ് മൾട്ടി ഓർഗൻ ഫെയിലിയർ ഇൻ ഷോർട്ട് സ്പാൻ. ഈസ്റ്റോണിയ സാഹിൽ ചൗഹാൻ ബീറ്റ്സ് ക്രിസ് ഗെയിൽസ് ഫാസ്റ്റസ്റ്റ് T20 സെഞ്ചുറി റെക്കോർഡ്. ഈസ്റ്റോണിയ സാഹിൽ ചൗഹാൻ 100 റൺസ് സ്കോർ ചെയ്തിരിക്കുകയാണ് 27 ബോൾസിൽ സൈപ്രസിനെതിരെയുള്ള ഒരു കളിയിൽ. ചൗഹാൻ ഒരു റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. വെസ്റ്റ് ഇന്ത്യയിലെ ബാറ്റർ ആയിട്ടുള്ള ക്രിസ് ഗെയില് 30 ബോളിൽ നിന്ന് 100 റൺസ് എത്തിയിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2013. ആ ഒരു റെക്കോർഡാണ് ഇദ്ദേഹം ഭേദിച്ചത്. അപ്പൊ ചൗഹാന്റെ അൺബീറ്റൻ ആയിട്ട് 144 എത്തിയത്. അതിനകത്ത് 18 സിക്സസ് ഉണ്ട്. മോസ്റ്റ് സിക്സസ് 2020 ഇന്നിംഗ്സിൽ അടിച്ച ഒരാൾ അദ്ദേഹം തന്നെയാണ്. 20th ജൂൺ വേൾഡ് റെഫ്യൂജി ഡേ ആയിരുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ UNHCR ആയിട്ട് ജോയിൻ ചെയ്ത് ആണ് UN റെഫ്യൂജി ഏജൻസി കൊണ്ടുവരുന്നത്. അത് വേൾഡ് റെഫ്യൂജി ഡേ 2024
ഇവര് പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഇത് കൊണ്ടുവന്നത്. 2024 തീം എന്ന് പറയുന്നത് ഫോർ എ വേൾഡ് വെർ റെഫ്യൂജീസ് ആർ വെൽക്കംഡ് എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് എവർ വേൾഡ് റെഫ്യൂജി ഡേ സെലിബ്രേറ്റ് ചെയ്ത് 20th ജൂൺ 2001 അന്ന് 1951 റെഫ്യൂജി കൺവെൻഷന്റെ 50ാമത്തെ ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വന്നത്. ഓരോ മിനിറ്റിലും 20 ആളുകള് വോർ കാരണവും ടെറർ കാരണവും പ്രോസിക്യൂഷൻ കാരണവും ഇത്തരത്തിൽ റെഫ്യൂജീസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. PM Modi ji inaugurates newly built campus of Nalanda University in Rajgir. അപ്പോൾ ഒരു പുതിയ ക്യാമ്പസ് നളന്ദ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആണ്. ആൻഷ്യൻ റൂയിൻസ് ഓഫ് നളന്ദ രാജ്ഗീർ ബീഹാറിലാണ് ഉള്ളത്. അവിടെ ഒരു പുതിയ യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്തിരിക്കുകയാണ്, ക്യാമ്പസ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോ നളന്ദയിലെ ആൻഷ്യന്റ് ആയിട്ടുള്ള റൂയിൻസ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം അവിടെ ബോധി ട്രീ സാപ്പിൾ ചെയ്തിരുന്നു, അതായത് ബോധി ട്രീ അവിടെ നട്ടിരുന്നു ക്യാമ്പസിൽ അകത്ത്. ഓക്കെ, അപ്പോ ആൻഷ്യൻ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബീഹാറിലാണ്. അത് യുനെസ്കോ വേൾഡ് കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 2016 പ്രഖ്യാപിച്ചിരുന്നു. പാർലമെന്റ് ഓഫ് ഇന്ത്യ നളന്ദ യൂണിവേഴ്സിറ്റിനെ നളന്ദ യൂണിവേഴ്സിറ്റി ആക്ട് 2010 പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ഈ ആക്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് ഫിലിപ്പീൻസ് 2007 വെച്ച് നടന്നിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട്, അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. അതായത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പെർസ്യൂട്ട് ഓഫ് ഇന്റലക്ച്വൽ, ഫിലോസഫിക്കൽ, ഹിസ്റ്ററിക്കൽ ആൻഡ് സ്പിരിച്വൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഫംഗ്ഷനിങ് ആയത് 2014 മുതലാണ്. പിന്നീട് 14 സ്റ്റുഡൻസിന്റെ ഫ്രം എ മേക്ക് ഷിഫ്റ്റ് ലൊക്കേഷൻ വിത്ത് 14 സ്റ്റുഡൻസ്. പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് 2017 സ്റ്റാർട്ട് ചെയ്തു. India ranks 63rd on Energy Transition Index, Sweden on top, WEF. ഇന്ത്യയുടെ റാങ്ക് 120 കൺട്രീസിൽ 61ാമത്തെ റാങ്ക് ആണ് ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിടുന്നത്. 2023 ഇന്ത്യയുടെ സ്ഥാനം 67 ആയിരുന്നു, അപ്പോൾ ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. സ്വീഡൻ ആണ് ഇൻഡെക്സിൽ ടോപ്പ് നിൽക്കുന്നത്, സെക്കൻഡ് ഡെൻമാർക്ക്, തേർഡ് ഫിൻലാൻഡ്, ഫോർത്ത് സ്വിറ്റ്സർലൻഡ്, ഫിഫ്ത്ത് ഫ്രാൻസ്. ചൈനയുടെ റാങ്ക് 20 ആണ്. അപ്പൊ ഇന്ത്യക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ് എനർജി ഇക്വിറ്റിയുടെ കാര്യത്തിലും സെക്യൂരിറ്റിയുടെ കാര്യം, സസ്റ്റൈനബിലിറ്റിയുടെ കാര്യത്തിലും വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസും കാണിക്കുന്നുണ്ട്. ചൈനയും ബ്രസീലൊക്കെ 83% ഓഫ് കൺട്രീസും ലാസ്റ്റ് ഇയറിനേക്കാളും ബാക്ക്വേർഡ് പോയിട്ടുണ്ട്. ചിലര് മുന്നോട്ട് വന്നിട്ടുണ്ട്, പെർഫോമൻസ് കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട്. ഗ്ലോബലി എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇക്വിറ്റബിൾ ആണ്, സെക്യൂർ ആൻഡ് സസ്റ്റൈനബിൾ എനർജി സിസ്റ്റം ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ WEF പറയുന്നത് lauded the strides made by India in its clean energy infrastructure with renewable energy and biomass comprising 42% of its power generation capacity, make it the 4th largest renewable market globally. ഇപ്പൊ ഗ്ലോബലി ഇന്ത്യ 4th largest renewable market ആയി മാറിയിരിക്കുകയാണ്. 42% ഓഫ് പവർ ജനറേഷൻ കപ്പാസിറ്റിയും റിന്യൂവബിൾ എനർജിയും ബയോമാസും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ്സ് $10 ബില്യൺ ആണ് ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ വേണ്ടി. നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പൊ വളരെയധികം പ്രോമിനന്റ് ആയി വരികയാണ് ഇന്ത്യയിൽ. അതുപോലെ ഗ്രീൻ ഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ എമിഷൻ 1.7 ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്. അത് ഓൾറെഡി 60% ഗ്ലോബൽ ആവറേജിനേക്കാളും കുറവാണ്. 4.4% കാർബൺ ഡയോക്സൈഡ് പെർ ക്യാപിറ്റയാണ് ഗ്ലോബൽ ആവറേജ്. അതിനേക്കാളും 60% കുറവാണ് നമ്മുടെ ഒരു എമിഷൻ എന്ന് പറയുന്നത്. ചൈനയും ഇന്ത്യയും പോലുള്ള കൺട്രീസ് ആണ് പുതിയ ന്യൂ എനർജി സൊല്യൂഷൻസും ടെക്നോളജീസും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Mercer's 2024 cost of living survey, Mumbai most expensive Indian city for expats and Hong Kong tops globally. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആണ് മുംബൈ അറിയപ്പെടുന്നത്. മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ഓഫ് ലിവിംഗ്. ഈ സർവേ പബ്ലിഷ് ചെയ്യുന്നത് മെർസർ ആണ്. മുംബൈ ഹാസ് റൈസ് 11 സ്പോട്ട് റൈസ് ആയിരിക്കുകയാണ്. 136 ആണ് ഗ്ലോബലി മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ഫോർ എക്സ്പാട്രിയേറ്റ്സ്. ഡൽഹി എന്ന് പറയുന്നത് ടോപ്പ് 200 വരുന്നുണ്ട്, 164th പൊസിഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ സർവേ പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് 227 സിറ്റീസിൽ ഗ്ലോബില് ഇവാലുവേറ്റ് ചെയ്തു. അപ്പോ ഫാക്ടേഴ്സ് അവർ കൺസിഡർ ചെയ്ത ഫാക്ടേഴ്സ് ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഗുഡ്സ്, എന്റർടൈൻമെന്റ് എന്നുള്ളതൊക്കെയാണ്. ഹോങ്കോങ് ആണ് ടോപ്പിലെത്തിയിരിക്കുന്നത്. ഏഷ്യയിലെ മുംബൈയിലെ 21ാമത്തെ റാങ്ക് ആണ് എക്സ്പെൻസീവ് സിറ്റി എന്നുള്ള രീതിയിൽ. ഡൽഹിക്ക് 30ാമത്തെ റാങ്ക് ആണ്. ഗ്ലോബലി ടോപ്പ് 5 മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റീസ് അൺചെയിൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹോങ്കോങ് ആണ് ലീഡ് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് സിംഗപ്പൂർ,
third Zurich, fourth Geneva, then fifth Basel. Uttar Pradesh tops list of complaints with the National Commission for Women. ഇപ്പൊ 12,648 കംപ്ലൈന്റ്സ് ആണ് വുമൺസിനെതിരെയുള്ള വയലൻസുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് നാഷണൽ കമ്മീഷൻ ഫോർ വുമണിന് 2024 വരെ കിട്ടിയിരിക്കുന്നത്. ഹയസ്റ്റ് ആണ് ഉത്തർപ്രദേശ്, 6,497 ആണ് ഉത്തർപ്രദേശിന് കിട്ടിയിരിക്കുന്ന കംപ്ലൈന്റ്. സെക്കൻഡ് ഡൽഹിയാണ്, തേർഡ് മഹാരാഷ്ട്രയാണ്. മണിപ്പൂര് 3 കംപ്ലൈന്റ്സ് മാത്രമാണ് വുമൺസിനെതിരെയുള്ള ഒരു ക്രൈം എന്നുള്ള രീതിയിൽ കമ്മീഷന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3,567 കംപ്ലൈന്റ്സ് റിസീവ് ചെയ്തത് റൈറ്റ് ടു ഡിഗ്നിറ്റി എന്നുള്ള കാറ്റഗറിയിലാണ്, അതായത് മെയിൻ ആയിട്ട് ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട് 3,213 കംപ്ലൈന്റ്സ് ഡൊമസ്റ്റിക് വയലൻസിൽ മാത്രം കിട്ടി. 2023 2811 കംപ്ലൈന്റ്സ് NCWയുടെ കീഴിൽ വുമൺസിനായിട്ടുള്ള കംപ്ലൈന്റ്സ്, അല്ലെങ്കിൽ വുമൺസിന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. Chirag Paswan and Ravneet Singh launches website and mobile app for World Food India 2024. അപ്പോൾ അത് തേർഡ് എഡിഷൻ ഓഫ് വേൾഡ് ഫുഡ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ ഒരു പ്രപ്പോസൽ ആയിട്ട് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ചിറാഗ് പാസ്വാനും യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് റെയിൽവേസ് റവ്നീത് സിംഗും കൂടി ഒരു വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും വേൾഡ് ഫുഡ് ഇന്ത്യ 2024 വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Next, Dhanlakshmi Bank appoints Ajit Kumar KK as MD and CEO. So private sector bank ആണ് ധനലക്ഷ്മി ബാങ്ക്. അതിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് അജിത് കുമാർ KK അവർ അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ഹി വിൽ ടേക്ക് ചാർജ് ഓൺ June 20. 3 വർഷത്തേക്കാണ് അവരുടെ ഒരു ടെന്യൂർ വരുന്നത്. JK ശിവനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അജിത് കുമാർ KK ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. ധനലക്ഷ്മി ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1927 2010 ഇതതിന്റെ നെയിം മാറ്റി ധനലക്ഷ്മി ബാങ്ക് എന്നാക്കി. ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്, കേരള. ടാഗ് ലൈൻ താൻ മൻ ധാൻ എന്നുള്ളതാണ്. റിസർച്ചേഴ്സ്, ഹിസ്റ്റോറിയൻ ആൻഡ് ഓതർ പി തങ്കപ്പൻ നായർ ഡൈഡ്. അപ്പൊ അദ്ദേഹമാണ് ബെയർ ഫുട്ട് ഹിസ്റ്റോറിയൻ ഓഫ് കൊൽക്കത്ത എന്നറിയപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. Virat Kohli reclaims top spot as India's most valued celebrity brand. So, Crowl's Celebrity Brand Valuation Report 2023 Brands, Business and Bollywood എന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ട്. അതിനകത്ത് ക്രിക്കറ്റർ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ് ടോപ്പ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ മോസ്റ്റ് വാല്യൂഡ് സെലിബ്രിറ്റിയാണ്. ബ്രാൻഡ് വാല്യൂ 227.9 മില്യൺ ആണ്. രൺവീർ സിംഗ് ആണ് സെക്കൻഡ് സ്പോട്ട്, $203.1 million. ഷാരൂഖ് ഖാൻ തേർഡ് പ്ലേസ്, ബ്രാൻഡ് വാല്യൂ $120.7 million. World champion Neeraj Chopra wins gold in javelin throw at World Athletics Continental Gold Tour in Finland. അപ്പോൾ പാവോ നുർമീൻ സ്റ്റേഡിയം തുർക്കു ഫിൻലാൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. അതിൽ അദ്ദേഹം എത്തിയത് ജാവലിൻ ത്രോയിൽ 85.97 മീറ്റർ ആണ് എത്തിയത്. അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുകയാണ്. June 19th നാഷണൽ റീഡിംഗ് ഡേ 2024. ഈ ഡേ എന്ന് പറയുന്നത് PM പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തില് ലിറ്റററി മൂവ്മെന്റ് കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നാഷണൽ റീഡിംഗ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ദ ഫാദർ ഓഫ് റീഡിംഗ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം June 19, 1995 അന്തരിച്ചത്. അപ്പൊ PM പണിക്കർ ആണ് സനാതന ധർമ്മ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ലൈബ്രറി കേരളയില് ലൈബ്രറി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഫൗണ്ട് ചെയ്തത്. 22 June വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അബൌട്ട് ഹാഫ് ഓഫ് നമ്മുടെ ഓൾ ഫോറസ്റ്റും നമ്മുടെ പ്ലാനറ്റിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് സെൻട്രൽ അമേരിക്ക ഭാഗങ്ങളിലാണ് വളരുന്നത്. റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി ഹവായിലും പസഫിക് ഐലൻഡ്സിലും കരീബിയനിലും പ്രസന്റ് ആണ്. റെയിൻ ഫോറസ്റ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നതും ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും ഫ്രഷ് വാട്ടർ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും. ഇത് കൂടാതെ തന്നെ റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തില് less than 2% of earth സർഫസും റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ്. ബിറ്റ്വീൻ 50% to 70% of പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഭൂമിയിൽ കാണുന്നതും റെയിൻ ഫോറസ്റ്റുകളിലാണ്. എൻവയോൺമെന്റലിസ്റ്റുകൾ പറയുന്നത് ഓവർ ദ പാസ്റ്റ് 40 years പ്ലാനറ്റ്സിലെ ഏകദേശം 1 billion hectare ഓഫ് റെയിൻ ഫോറസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. June 21
സമ്മർ സോളിസ്റ്റൈസ് ആയിരുന്നു. അപ്പൊ ലാറ്റിനിലെ സോളിസ്റ്റൈസ് എന്ന് പറഞ്ഞാൽ സൺ സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ സമ്മർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത് എർത്തിന്റെ പോൾസ് മാക്സിമം ടിൽറ്റ് ചെയ്യുമ്പോൾ സണ്ണിന്റെ അടുത്തേക്ക് മാക്സിമം ടിൽറ്റ് ചെയ്യുമ്പോഴാണ് സമ്മർ സോൾസ്റ്റീസ് ഉണ്ടാകുന്നത്. ഇയർലി ട്വൈസ് ആയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. വൺസ് ഇൻ ഈച്ച് ഹെമിസ്ഫിയർ. ഇത് ലോങ്സ്റ്റ് ഡേ, ഒരു വർഷത്തിലെ ലോങ്സ്റ്റ് ഡേനെ കൊണ്ടുവരുന്നത് ജൂൺ 21 ആണ്. അപ്പൊ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ടിൽറ്റഡ് ടുവേഴ്സ് ദി സൺ, റിസീവിംഗ് ദ ഫുൾ ഗ്ലെയർ ഓഫ് സൺറൈസ്. അപ്പൊ ആ ഭാഗത്ത് സണ്ണിന്റെ ഫുൾ റേസ് കിട്ടും. നോർത്ത് പോളിൽ ഇത് ടിപ്ഡ് ടുവേഴ്സ് ദ സൺ, അതുപോലെ സൗത്ത് പോളിൽ ഇത് അവേ ഫ്രം ദ സൺ, അവേ ഫ്രം ഇറ്റ് ആണ്. ടിപ്പിക്കലി ഒരു ഇമാജിനറി ആക്സിസ് പാസസ് റൈറ്റ് ത്രൂ ദി മിഡിൽ ഓഫ് ദി എർത്ത്. എർത്തിന്റെ മിഡിലിലൂടെ ഒരു ഇമാജിനറി ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇത് ഓൾവേസ് ടിൽറ്റഡ് അറ്റ് 23.5 ഡിഗ്രി എന്നാണ് പറയുന്നത് സണ്ണുമായിട്ട് വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ. ഓരോ വർഷം സമ്മർ സോൾസ്റ്റൈസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നത് 1 of 2 days, ഒന്നെങ്കിൽ ജൂൺ 20 അല്ലെങ്കിൽ ജൂൺ 21 സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സോൾസ്റ്റൈസ് വരുന്നത് ഡിസംബർ 21 അല്ലെങ്കിൽ ഡിസംബർ 22 S. Tripathi appointed as the first director of UVCE. The state government S. Tripathi University of Visvesvaraya College of Engineering ആദ്യത്തെ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വേശ്വരയ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 1970 എസ്റ്റാബ്ലിഷ് ചെയ്തത് under the name of Government Engineering College by Bharat Ratna Sri M. Visvesvaraya. ഇത് 5th എഞ്ചിനീയറിംഗ് കോളേജ് ആണ് ഈ കൺട്രിയിൽ, കർണാടകയിൽ ആദ്യത്തേതാണ്. 1847 ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തോമസൺ കോളേജ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, ഇപ്പൊ IIT റൂർക്കെ എന്നറിയപ്പെടുന്നതാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തു റൂർക്കയില്, പ്രസന്റ് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റില് സിവിൽ എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിൽ ഇന്ത്യ അപ്പോയിന്റ്സ് ഗിരീഷ് താന്തി ഫ്രം സുസ്ലോൺ ഗ്രൂപ്പ് ആസ് ന്യൂ ചെയർമാൻ. അപ്പൊ സുസ്ലോൺ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ഗിരീഷ് താന്തിനെയാണ് ചെയർ ഓഫ് ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിൽ ഇന്ത്യയുടെ ഹെഡ് ചെയർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഹി ഓൾസോ സെർവ് ആസ് വൈസ് ചെയർ ഓഫ് GWEC, വൈസ് ചെയർ ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. വേൾഡിലെ 4th ബിഗ്ഗസ്റ്റ് വിൻഡ് മാർക്കറ്റ്, അതായത് 46 ഗിഗാവാട്ട് ഓഫ് ഓൺഷോർ വിൻഡ്, വൺ ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് പ്രോമിനന്റ് വിൻഡ് എനർജി മാനുഫാക്ചറിംഗ് ഹബ്ബ് താന്തിയുടെ ലീഡർഷിപ്പിൽ GWEC സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിൽ എന്ന് പറയുന്നത് 2005 എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ വിൻഡ് എനർജി സെക്ടറിന്റെ റെപ്രസെന്റ് ചെയ്യാനും ക്രെഡിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇത് സെറ്റപ്പ് ചെയ്തത്. Akashvani News recognized as India's most trusted news brand in 2024 Reuters survey. Digital News Report 2024 Reuters Institute for the Study of Journalism, Oxford University ആണ് ഇത് കണ്ടക്ട് ചെയ്തത്. അവർ പറയുന്നത് ആകാശവാണിയാണ് വളരെ നാഷണൽ മീഡിയ ലാൻഡ്സ്കേപ്പിൽ വളരെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. ആനുവൽ പബ്ലിക്കേഷൻ ആണിത്. ഇതിനകത്ത് പറയുന്ന ആകാശവാണി ന്യൂസ് ആണ് വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ന്യൂസ് ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ വളരെയധികം പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു മീഡിയ എന്ന് പറയുന്നത്. ആക്ടർ തിയോ ജെയിംസ് നെയ്മഡ് UNHCR ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡർ. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസിയുടെ ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് വന്നിരിക്കുന്ന ബ്രിട്ടീഷ് ആക്ടർ ആയിട്ടുള്ള തിയോ ജെയിംസ് ആണ്. ഓക്കെ. യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്, അതാണ് UNHCR. അതെന്താണെന്ന് കൂടെ നോക്കാം. ജനറൽ അസംബ്ലി ഓഫ് യുണൈറ്റഡ് നേഷൻസ് 1915 എസ്റ്റാബ്ലിഷ് ചെയ്തത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം മില്യൺസ് ഓഫ് ആളുകൾക്ക് ഹോം നഷ്ടപ്പെട്ടു. അവരെ ആ റിഫ്യൂജീസ് ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UNHCR എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് 1954 1981 നോബൽ പീസ് പ്രൈസ് കിട്ടിയിരുന്നു. ഇത് നാൻസൺ റെഫ്യൂജി അവാർഡ് എന്ന് പറഞ്ഞിട്ട് 1954 ഈ റെഫ്യൂജി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള പീപ്പിളിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഈ UNHCRന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡ്. ചെനാബ് ബ്രിഡ്ജ്, ഇന്ത്യൻ റെയിൽവേ സക്സസ്ഫുള്ളി കണ്ടക്ട്സ് ട്രയൽ റൺ ഓൺ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ്. ഇന്ത്യൻ റെയിൽവേ ഒരു ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ 8 കോച്ച് മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിൻ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ചെനാബ് ബ്രിഡ്ജിനകത്ത് ട്രയൽ റൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ചെനാബ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് വേൾഡിലെ ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ആണ്. ജമ്മു കാശ്മീരിലാണ് ഇതുള്ളത്. അപ്പൊ ട്രയൽ റൺ എന്ന് പറയുന്നത് 46 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഇലക്ട്രിഫൈഡ് ലൈൻ സെക്ഷനിലാണ് നടത്തിയത്. അതായത് സംഗാൾദന്റെ അതുപോലെ റസായിയുടെ ഇടയിൽ 40 km/h സ്പീഡിൽ. അപ്പൊ ഇത് ഒരു ഇനാഗുറൽ
this marks the inaugural full train crossing on the iconic bridge between Dugha and Bakal stations over the Chenab River, highest arch railway bridge globally. അപ്പൊ നമുക്കൊരു inaugural full train crossingന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ റൺ ആണ് ഇവിടെ നടത്തിയത്. ഇലക്ട്രിഫിക്കേഷൻ വർക്ക് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജി റോക്സ് റിജിഡ് ഓവർഹെഡ് കണ്ടക്ടർ സിസ്റ്റം ആണ്. 25 kV ആണ്. ഫസ്റ്റ് ടൈം ഓൺ ഇത് ആദ്യമായിട്ടാണ് റെയിൽവേ ലിങ്കിനൊന്ന് വരുന്നത്. ചെനാബ് റെയിൽ ബ്രിഡ്ജ് എന്താന്ന് നോക്കാം. ഇത് ബക്കാൽ ആൻഡ് കൗറി ഇൻ റസായ് ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു കാശ്മീരിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ 1.3 km ലോങ് ആയിട്ടുള്ള ബ്രിഡ്ജ് ആണ്. 359 മീറ്റർ ചെനാബ് റിവർ ബെഡിൽ നിന്ന് എബോവ് ആയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഹയസ്റ്റ് സിംഗിൾ ആർച്ച് റെയിൽവേ ബ്രിഡ്ജ് ആണ് വേൾഡിലെ തന്നെ. ഇത് ഉന്താംപൂർ ശ്രീനഗർ ബറമുള്ള റെയിൽ ലിങ്ക് പ്രൊജക്ടിന്റെ ഭാഗമാണ്. 120 വർഷമാണ് ലൈഫ് സ്പാൻ. ഇതൊരു ബ്ലാസ്റ്റ് പ്രൂഫ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻസിന്റെ മാക്സിമം ഇന്റൻസിറ്റി സോൺ, അതായത് എർത്ത് ക്വേക്ക് ഫോഴ്സ് 5 വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജാണ്. IPBES അവാർഡ് 2024 ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ജപ്പാൻസ് അഷാഹി ഗ്ലാസ് ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സയൻസ് അതുപോലെ അതിന്റെ പ്രാക്ടിക്കൽ കോൺട്രിബ്യൂഷൻസ്, ഗ്ലോബൽ എൻവയോൺമെന്റ് പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് കൊടുക്കുന്നത്. എല്ലാ വർഷവും ഈ ഫൗണ്ടേഷൻ 2 റെസിപ്പിയൻസിനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽസ്, റെസിപ്പിയൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്. ഈ പ്രൈസ് എന്ന് പറയുന്നത് $50,000 റുപ്പീസ് ആണ് വരുന്നത്. 5 lakh റുപ്പീസ് ആണ് വരുന്നത്. ഈ അവാർഡ് സെറമണി എന്ന് പറയുന്നത് ടോക്കിയോയിൽ ജപ്പാനിൽ വെച്ചിട്ട് October 23 നടക്കാൻ പോകുന്നത്. വിന്നേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫസർ റോബർട്ട് കോസ്റ്റാൻസ, യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ, അതുപോലെ ഇന്റർ ഗവൺമെന്റൽ പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം സർവീസ് IPPBS. അത് April 21, 2012 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ സെക്രട്ടേറിയറ്റ് ബോൺ ആണ് ജർമ്മനി. NVIDIA solidifies position as world's most valuable company. NVIDIA എന്ന് പറയുന്നത് വേൾഡിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് ടോപ്പ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ആഫ്റ്റർ പാർട്ട്നേഴ്സ് ഡെൽ ആൻഡ് സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടർ റിസീവ്ഡ് സെർവർ ഓർഡേഴ്സ് ഫോർ എലൻ മസ്ക് AI സ്റ്റാർട്ടപ്പ്. എലൻ മസ്കിന്റെ AI സ്റ്റാർട്ടപ്പ് ഓർഡേഴ്സ് കിട്ടിയതിന് ശേഷം ന്യൂ പ്ലാന്റ് സ്പീഷീസ് പെട്രോകോസ്മിയ അരുണാചൽ ഡിസ്കവേർഡ്. ഒരു ടീം ഓഫ് റിസർച്ചേഴ്സ് അരുണാചൽ പ്രദേശിലെ റീജിയണൽ സെന്റർ ഓഫ് ബൊട്ടാണിക്കൽ സർവേയിൽ നിന്നുള്ള ആളുകളാണ്. അവരൊരു പുതിയ പ്ലാന്റ് സ്പീഷീസിനെ കണ്ടുപിടിച്ചു. വെസ്റ്റ് കമേങ് ഡിസ്ട്രിക്ട് അരുണാചൽ പ്രദേശിലെ മണ്ഡല റീജിയണിൽ നിന്ന്. പെട്രോകോസ്മിയ അരുണാചലൻസ് എന്നാണ് ആ പ്ലാന്റിന് പേരിട്ടിരിക്കുന്നത്. അപ്പോ ഈ പെട്രോകോസ്മിയ ജീനസിലെ 2ാമത്തെ സ്പീഷീസ് ആണ് ഇത്. അതായത് നമുക്ക് കണ്ടുപിടിച്ചതിലെ 2ാമത്തെ സ്പീഷീസ് ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ നോർഡിക് ജേർണൽ ഓഫ് ബോട്ടണിയിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ന്യൂ ഫ്രഷ് വാട്ടർ ഡയാറ്റം ജീനസ് ഇൻറ്റിക്കോനെമ ഡിസ്കവേർഡ് ഇൻ ഇന്ത്യ. അപ്പൊ റിസർച്ചേഴ്സ് അങ്കർക്ക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പൂനെ എന്നുള്ള ആൾക്കാർ, കുറച്ച് റിസർച്ചേഴ്സ് ഒരു പുതിയ ജീനസ് ഓഫ് ഡയാറ്റംസിനെ കണ്ടുപിടിച്ചു. അൺപൊല്യൂട്ടഡ് വാട്ടേഴ്സിൽ നിന്ന്, ഈസ്റ്റേൺ ഗട്ട് മൗണ്ടൻ റേഞ്ചസിലെ അൺപൊല്യൂട്ടഡ് വാട്ടേഴ്സിൽ നിന്ന്, അതായത് മസീല വാട്ടർഫോൾ തമിഴ്നാട് നിന്ന്. ഒരു 1 സ്പീഷീസ് ഓഫ് ഇൻഡിക്കോനിമ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അതിന്റെ വേറൊരു സ്പീഷീസ് വെസ്റ്റേൺ ഗട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജീനസ് എന്ന് പറയുന്നത് ഇൻഡിഗോനിമ എന്ന് പേര് കൊടുക്കാൻ കാരണം ഇതിന്റെ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് കൺട്രിയിൽ. ഡയാറ്റംസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആൽഗയാണ്. അത് ശരിക്കും അപ്രോക്സിമേറ്റ്ലി ഗ്ലോബൽ ഓക്സിജൻ സപ്ലൈയുടെ 25% പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇവർക്ക് വലിയൊരു ക്രൂഷ്യൽ റോൾ ഉണ്ട്. അപ്പൊ ഇവര് നമ്മുടെ അക്വാട്ടിക് ഫുഡ് ചെയിൻ്റെ ഒരു ബേസ് ആണ്. വാട്ടർ ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൽ ഇവര് വളരെ വാല്യൂബിൾ ആണ്. ഇവര് വാട്ടറിലെ കെമിസ്ട്രി ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇവര് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഇവര് നശിച്ചു പോകും. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറിൽ മാത്രമേ ഇവരെ കാണാൻ സാധിക്കുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് ഡാറ്റം ഡൈവേഴ്സിറ്റി ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്. ഏകദേശം 6500 ടാക്സയും 30% ഓഫ് എൻഡമിക് ആയിട്ടുള്ള ഡാറ്റംസ്. എൻഡമിക് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ റീജിയനിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ്. അത്രയും എൻഡമിക് ആയിട്ടുള്ള ഡാറ്റംസ് ഇന്ത്യക്കകത്തുണ്ട്. ഇൻഡിഗോനിമ എന്ന് പറയുന്നത് അഫ്രോസൈംബെല്ല എന്ന് പറയുന്ന ഒരു ജീനസ് ഉണ്ട്. അത് ഈസ്റ്റ് ആഫ്രിക്കയിൽ എൻഡമിക് ആണ്. അതിനോട് റിലേറ്റീവ് ചെയ്യുന്ന, അതിനോട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജീനസ് ആണ് ഇൻഡിഗോനിമ എന്ന് പറയുന്നത്. ഡേവിഡ് ജോൺസൺ, ഫോമർ ഇന്ത്യ പേസർ, ഡൈസ് അറ്റ് 52 ഇൻ ബാംഗ്ലൂരു. അപ്പൊ ഫോമർ ഇന്ത്യൻ പേസർ ആയിട്ടുള്ള ഡേവിഡ് ജോൺസൺ ട്രാജിക്കലി ബാൽക്കണി, അദ്ദേഹത്തിന്റെ 4th ഫ്ലോർ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴെ വീണ് അദ്ദേഹം മരണം അടഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ഡെബ്യൂട്ട് ഓസ്ട്രേലിയക്കെതിരെ 1996 ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്.
Smriti Mandhana becomes first Indian woman to hit consecutive ODI hundreds equals മിഥാലി രാജ് സെഞ്ചുറി താലി. അപ്പൊ സ്മൃതി മന്ദാന എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആയിരിക്കുകയാണ്. അത് 2 കോൺസിക്യൂട്ടീവ് ODIയിൽ ഹൺഡ്രഡ്സ് കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഡ്യൂറിംഗ് ദി സെക്കൻഡ് ODI അഗൈൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക at the M ചിന്നസ്വാമി സ്റ്റേഡിയം ഇൻ ബാംഗ്ലൂർ. അപ്പൊ മന്ദാന എന്ന് പറയുന്നത് മിഥാലി രാജിന്റെ അത്രയും തന്നെ എത്തിയിരിക്കുകയാണ് ODI സെഞ്ചുറീസ് എമംഗ് ഇന്ത്യൻ വുമൺ. അപ്പൊ മോസ്റ്റ് ODI ഹൺഡ്രഡ്സ് എമംഗ് വുമൺസ് എങ്ങനെയാന്ന് നോക്കാം. സൂയിസ് ബാറ്റ്സ് ന്യൂസിലാൻഡിന്റെ പ്ലെയർ ആണ്, 12 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് ODI ഹൺഡ്രഡ്സ് ഫോർ ഇന്ത്യ വുമൺ നോക്കുവാണെങ്കിൽ 7 മന്ദാനയ്ക്ക്, 7 മിഥാലി രാജ്, 6 ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ ടെന്നീസ് ടീംസ് ബാക്ക് ബ്രൗൺസ് അറ്റ് ബ്രിക്സ് ഗെയിംസ്. ബ്രിക്സ് ഗെയിംസിൽ ഇന്ത്യൻ വുമൺ ടെന്നീസ് ടീമിന് ബ്രോൺസ് മെഡൽ കിട്ടിയിരിക്കുകയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ടു കിക്ക് ഓഫ് ഇൻ ദ USA. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോമ്പറ്റീഷൻ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 48ാമത്തെ ഇന്ററേഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഓൾഡസ്റ്റ് ഫുട്ബോൾ കോമ്പറ്റീഷൻ ഇൻ ഹിസ്റ്ററി ആണിത്. ജൂലൈ 20 it takes place from June 20 to July 14. 21st ജൂൺ വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ ആയിരുന്നു. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഹൈഡ്രോഗ്രഫി ആയിട്ടുള്ള അവയർനെസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും സീസിനെ ഓഷ്യൻസിനെ കുറിച്ചുള്ള നോളജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2024 തീം എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫിക് ഇൻഫർമേഷൻ എൻഹാൻസിങ് സേഫ്റ്റി, എഫിഷ്യൻസി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇൻ മറൈൻ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. ഹൈഡ്രോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻസ് ദാറ്റ് മെഷേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ്സ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ബോഡീസ് ഓഫ് വാട്ടർ ബോഡീസിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യും മെഷറിയും ചെയ്യുന്ന ഒരു സയൻസ് ആണ് ഹൈഡ്രോഗ്രഫി എന്ന് പറയുന്നത്. 21st ജൂൺ വേൾഡ് മ്യൂസിക് ഡേയും കൂടെ ആയിരുന്നു. അപ്പൊ വേൾഡ് മ്യൂസിക് ഡേയുടെ കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്ത് ഫ്രാൻസിലാണ് 1981. 21st ജൂൺ ഇന്റർനാഷണൽ യോഗ ഡേയും കൂടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ PM നരേന്ദ്രമോദിജിയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് സെപ്റ്റംബർ 2014 മുതൽ സജസ്റ്റ് ചെയ്തത്. അത് UN ജനറൽ അസംബ്ലിയുടെ 69th സെക്ഷനിൽ വെച്ചിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 10th ഇന്റർനാഷണൽ യോഗ ഡേ ആണ് നമ്മളിപ്പോ ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പോ ഷെറീഷ് കാശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ വെച്ചിട്ടാണ് ഇത് സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷത്തെ. അത് ഉദ്ഘാടനം ചെയ്യുന്നത് PM നരേന്ദ്രമോദിജി തന്നെയാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ യോഗ ഡേ 21st ജൂണിന് ഒബ്സർവ് ചെയ്യാൻ കാരണം ഒരു വർഷത്തിലെ ലോങ്സ്റ്റ് ഡേ എന്ന് പറയുന്നത് 21st ജൂൺ ആണ്. സമ്മർ സോളിസ്റ്റേഴ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുന്ന ഡേ ആണ് ജൂൺ 21st എന്ന് പറയുന്നത്. അപ്പൊ സണ്ണിന്റെ ജേർണി എന്ന് പറയുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് മാക്സിമം എടുക്കുന്നത് ലോങ്സ്റ്റ് ഡേ എന്ന് പറയുന്നത് അതായതുകൊണ്ട് മാക്സിമം ഈസ്റ്റ് ടു വെസ്റ്റ് ജേർണി വരുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലൈഫിൽ നമുക്ക് മാക്സിമം എനർജി തരുന്ന ഒരു ഡേ ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജൂൺ 21st നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. Cabinet approves Central Sector Scheme National Forensic Infrastructure Enhancement Scheme NFLES. യൂണിയൻ ക്യാബിനറ്റ് PM നരേന്ദ്രമോദിജി ചെയർ ചെയ്യുന്ന യൂണിയൻ ക്യാബിനറ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഒരു സെൻട്രൽ സെക്ടർ സ്കീം ആയിട്ടുള്ള നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീം അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ ഫിനാൻഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 2254.43 crore ആണ്. 2024-25 മുതൽ 2028-29 വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. ഫിനാൻഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീം ആയതുകൊണ്ട് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ് അതിന്റെ ബഡ്ജറ്റിലാണ് അത് എടുക്കുന്നത്. 3 പുതിയ ക്രിമിനൽ ലോസ്, അതായത് ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഭാരതീയ സാക്ഷ്യ അഭിനിയം 2023 എന്ന് പറയുന്നതും 1st ജൂലൈ 2024 മുതൽ എഫക്റ്റിൽ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ പുതിയ ലോ പ്രകാരം ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ കേസസിൽ മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. for 7 years, which provides for imprisonment of 7 years or more. So, new criminal law enforcement എന്ന് പറയുന്നത് വർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യിക്കും ഫോറൻസിക് എസ്റ്റാബ്ലിഷ്മെന്റിൽ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി it will help to achieve the government of India's goals of securing high conviction rate of more than 90%. Cabinet approves development of Lal Bahadur Shastri International Airport, Varanasi. അപ്പൊ യൂണിയൻ ക്യാബിനറ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഫണ്ട് ചെയ്യുന്നത് ഇന്റേണൽ റിസോഴ്സസിന് വേണ്ടിയിട്ട്. അതുപോലെ ന്യൂ ടെർമിനൽ ബിൽഡിംഗ്, ആപ്രോൺ എക്സ്റ്റൻഷൻസ്, അതുപോലെ റൺവേ എക്സ്റ്റൻഷൻ, പാരലൽ ടാക്സി ട്രാക്ക്, അലീഡ് വർക്ക്, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്.
വാരണാസി എയർപോർട്ട് എന്ന് പറയുന്നത് ഗ്രീൻ എയർപോർട്ട് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യുക, എനർജി ഒപ്റ്റിമൈസേഷനിലൂടെയും വാട്ടർ വേസ്റ്റ് റീസൈക്ലിംഗിലൂടെയും കാർബൺ ഫുട് പ്രിന്റ് റിഡക്ഷനിലൂടെയും സോളാർ എനർജി യൂട്ടിലൈസേഷനിലൂടെയും. വാരണാസി എന്ന് പറയുന്നത് നമ്മുടെ PM മോദിജിയുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെയാണ്. UP to establish world's first Asian king vulture conservation and breeding center in Maharajganj. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് വേൾഡിലെ ഫസ്റ്റത്തെ ഏഷ്യൻ കിങ് വോൾച്ചറിന് വേണ്ടിയിട്ടുള്ള കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ കൊണ്ടുവരാൻ പോവുകയാണ്. ഇതിന്റെ വേറൊരു പേര് റെഡ് ഹെഡഡ് വോൾച്ചേഴ്സ് ആണ്. മഹാരാജ്ഗഞ്ചിലാണ് അത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഈ സെന്റർ എന്ന് പറയുന്നത് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ കിങ് വൾച്ചർ എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് ആണ്. അപ്പൊ അവരുടെ ഹാബിറ്റേറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡൈക്ലോഫെനാക് എന്ന് പറയുന്ന ഒരു നമ്മൾ ആനിമൽസ് വെറ്റിനറി യൂസിന് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ആണത്. അത് കാരണം അതിന്റെ എക്സസീവ് യൂസ് കാരണമാണ് ഈ വൾച്ചേഴ്സിന് ഇത്തരം ഹാബിറ്റേറ്റ് ലോസ് ആവുന്നത്, അവർക്ക് ഇത്തരം മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. ഇത് ഡൊമസ്റ്റിക് അനിമൽസിൽ യൂസ് ചെയ്യുന്നതാണ്. വൾച്ചേഴ്സിന് പക്ഷേ ഇത് പോയിസണസ് ആണ്. അപ്പൊ 1 of the 9 species of vulture species ആണ് ഇന്ത്യയിൽ കാണുന്നത്. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ഇവർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഇവര് ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2024 അത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ് ഇത് റിലീസ് ചെയ്തത്. SDSN അത് പബ്ലിഷ് ചെയ്യുന്നത് 2016 മുതലാണ്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഓരോ വർഷവും പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് റിവ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 193 UN മെമ്പർ സ്റ്റേറ്റ്സിലാണ് ഈ SDG ഗോൾസ് ഉള്ളത്. SDSN എന്ന് പറയുന്നത് 2012 എസ്റ്റാബ്ലിഷ് ചെയ്തത്. UN സെക്രട്ടറി ജനറൽ ആണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമ്മൾ UN ജനറൽ അസംബ്ലിയിൽ അഡോപ്റ്റ് ചെയ്ത് 2015 ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്, 169 സ്പെസിഫിക് ടാർഗറ്റ്സ് ഉണ്ട്. ഇതെല്ലാം 2030 ആകുമ്പോഴത്തേക്കും അച്ചീവ് ചെയ്യണം. മാൻഡേറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം ഇന്റർനാഷണലി നോൺ ബൈൻഡിങ് ആണ്. പക്ഷെ എല്ലാ കൺട്രീസും ഇത്തരം ഗോൾസിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ആൻഷ്യൻ പേൾ സിറ്റി ഡിസ്കവേർഡ് ഇൻ UAE. അപ്പൊ ലോങ് ലോസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഷ്യൻ സിറ്റി, അത് പേൾ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ്, ആൻഷ്യൻ സിറ്റിയാണ്. അത് ആർക്കിയോളജിസ്റ്റുകൾ സിനിയാഷ് ഐലൻഡ്, അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുള്ള ഒരു ഓഫ് കോസ്റ്റിലാണ് കണ്ടുപിടിച്ചത്. ഇതൊരു ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ്, തുവാം എന്നാണ് പേര്. ഇത് പ്രിസൈസ്ലി ഇത് ഇങ്ങനെ അറിയപ്പെടുന്നത് കാരണം പേൾ ഇൻഡസ്ട്രി കൂടുതലായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ്. Thailand legalized same-sex marriage first in Southeast Asia. Southeast Asiaയിൽ ആദ്യമായിട്ട് സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് തായ്ലൻഡ്. അപ്പോൾ തേർഡ് ഏഷ്യൻ ജൂറിസ്ഡിക്ഷൻ ആഫ്റ്റർ നേപ്പാളും തായ്വാനുമാണ് ഇതിപ്പോ ലീഗലൈസ് ചെയ്തത്, ഗേ മാരേജ് ഒക്കെ ലീഗലൈസ് ചെയ്തത്. അതിന് ശേഷം വരുന്ന തേർഡ് ഏഷ്യൻ ആണ് തായ്ലൻഡ്. ഒക്ടോബർ 2023 5 ജഡ്ജ് ബെഞ്ച് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇത് റിഫ്യൂസ് ചെയ്തിരുന്നു, ഈ സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്യുന്നതിനെ കുറിച്ച്. ഓക്കെ, June 23, 2024 യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് ഡേ ആണ്. ജൂൺ 23, 2024 എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു നാഷണൽ ഡേ ആണത്. ആനുവലി നമ്മൾ മെയിൻ ആയിട്ട് പബ്ലിക് സർവീസ്, കമ്മ്യൂണിറ്റിന് വേണ്ടിയിട്ട് പബ്ലിക് സർവീസ് ചെയ്യുന്നവരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.